معاذ يحشر يوم القيامة أمام العلماء برتوة. മുആദ് റളിയല്ലാഹു തആല അൻഹു ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ഉലമാക്കളുടെ മുന്നിൽ ബിറത്തുവത്തിൻ, ഒരു റത്തുവത്ത് മുന്നിലായിരിക്കും. അഥവാ ഒരു റത്തുവത്ത് എന്നതിന്റെ അകലം അത് ഒരടി എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരമ്പെയ്താൽ എത്തുന്ന അത്രയും അകലം എന്ന് വ്യാഖ്യാനമുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണുകൊണ്ട് നോക്കിയാൽ എത്താവുന്ന ദൂരം എന്നതിന് വ്യാഖ്യാനമുണ്ടായിട്ടുണ്ട്. അദ്ദേഹം വളരെ പ്രഗത്ഭനാണ് എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. മക്ക വിജയത്തിന് ശേഷം മക്കയിലുള്ള ആളുകൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. അദ്ദേഹത്തിൽ നിന്നാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ഷാമിൽ പടർന്നു പിടിച്ചിട്ടുള്ള ത്വാഊനു അംവാസ്, ആ ത്വാഊനിലാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു നിര്യാതനാകുന്നത് ഹിജ്റ 18-ൽ. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെയും കൂട്ടി ഒരു കഴുതപ്പുറത്ത് സഞ്ചരിക്കുന്ന കാര്യമാണ് അദ്ദേഹം ആദ്യമായി പറയുന്നത്. ആ കഴുത റസൂലുള്ളാഹിക്ക് ഈജിപ്തിലുണ്ടായിരുന്ന കോപ്റ്റിക് ആർച്ച് ബിഷപ്പ് മുഖൗഖിസ് സമ്മാനമായി നൽകിയിട്ടുള്ള ഉഫൈർ എന്ന് പേര് പറയാറുണ്ടായിരുന്ന കഴുതയാണ് എന്ന് വേറെ റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. ആ കഴുതയുടെ പുറത്ത് റസൂലുള്ള മുന്നിലും മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു പിന്നിലുമായി സവാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചങ്ങ് മുന്നോട്ട് പോയപ്പോൾ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ള വിളിക്കുകയുണ്ടായി. യാ മുആദ്, ഖുൽതു ലബ്ബൈക യാ റസൂലല്ലാഹി വസഅദൈക. റസൂലുള്ളാഹിന്റെ വിളിക്ക് ഉത്തരം ചെയ്തു. പക്ഷെ അപ്പോൾ പ്രത്യേകിച്ചൊന്നും റസൂലുള്ള തുടർന്ന് സംസാരിച്ചില്ല. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ രണ്ടാമതൊരിക്കൽ കൂടി വിളിക്കുന്നു, യാ മുആദ്. അപ്പോഴും വളരെ വിനയത്തോടുകൂടി റസൂലുള്ളാഹിന്റെ വിളിക്ക് ഉത്തരം ചെയ്തു, ലബ്ബൈക യാ റസൂലല്ലാഹ് വസഅദൈക. പിന്നെയും ഒന്നും സംസാരിക്കാതെ റസൂലുള്ള യാത്ര തുടർന്നു. കുറച്ചുകൂടി മുന്നോട്ടെത്തുമ്പോൾ മൂന്നാം തവണ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ മുആദ്, ലബ്ബൈക യാ റസൂലല്ലാഹി വസഅദൈക എന്നുത്തരം പറയുമ്പോഴാണ് പറയുന്നത്, അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്. അല്ലയോ മുആദ്, താങ്കൾക്കറിയുമോ മാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവന്റെ അടിയാറുകൾ ചെയ്തു തീർക്കേണ്ട കടമ എന്താണ് എന്ന് താങ്കൾക്കറിയുമോ? വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്, ആ കടമ നിറവേറ്റിക്കഴിഞ്ഞാൽ അടിയാറുകൾക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കാനുള്ളത് എന്താണ് എന്ന് നിനക്കറിയുമോ? രണ്ടു കാര്യങ്ങൾ ഒരുമിച്ചാണ് ചോദിക്കുന്നത്. മുആദ് റളിയല്ലാഹു തആല അൻഹു അതിന് ഉത്തരം നൽകിയത് നമ്മൾ പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം. ആ കാര്യം ഏറ്റവും സൂക്ഷ്മമായി അറിയുന്നത് അള്ളാഹുവാണ്. അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുള്ളതിനാൽ അള്ളാഹുവിന്റെ റസൂലുമാണ് ഏറ്റവും സൂക്ഷ്മമായി ആ കാര്യം അറിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു തആല അൻഹുവിന് ആ രണ്ട് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം വിശദീകരിച്ചു കൊടുത്തു. ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്, അല്ല ഹഖ്ഖുൽ ഇബാദി ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈആ. അള്ളാഹുവിന്റെ അടിയാറുകളായ നമ്മൾ അവനോട് ചെയ്തു തീർക്കേണ്ട കടമ അവനു മാത്രം ഇബാദത്ത് ചെയ്യുക, വലാ യുശ്രികൂ ബിഹി ശൈആ, അവനിൽ ആരെയും പങ്കുചേർക്കാതിരിക്കുക എന്നുള്ളതാണ്. ഈ കാര്യത്തിനു വേണ്ടിയാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്, മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചത്, അതുപോലെ തന്നെ ജിന്നുവർഗത്തെ സൃഷ്ടിച്ചത്. അല്ലാത്ത മറ്റൊരു ദൗത്യം മനുഷ്യ ജീവിതത്തിനില്ല. ജിന്നുകളെ സൃഷ്ടിച്ചതിനു പിന്നിൽ മറ്റൊരു ദൗത്യം അള്ളാഹു ചുമതലപ്പെടുത്തിയിട്ടില്ല. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു, വഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്, അള്ളാഹുവിനോട് ചെയ്തു തീർക്കാനുള്ള കടമകൾ വിഘ്നം വരുത്താതെ നിറവേറ്റിക്കഴിഞ്ഞാൽ
അവർക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കാനുള്ളത് അള്ളാഹു അവർക്ക് ചെയ്തു കൊടുക്കുമെന്ന് ഏറ്റെടുത്തിട്ടുള്ളത് ആ കടമ. അല്ലാ യുഅസ്സിബ മൻ ലാ യുശ്രികു ബിഹി ശൈഅ, അള്ളാഹുവിൽ ആരെയും പങ്കുചേർക്കാത്ത മുവഹിദായ ഒരു മനുഷ്യൻ അവനെ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്നുള്ളതാണ്. ഖുൽതു യാ റസൂലല്ലാഹ് അഫലാ ഉബശ്ശിറുൻ നാസ്, അപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, അഫലാ ഉബശ്ശിറുൻ നാസ്, ഈ കാര്യം ഞാൻ ജനങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കട്ടെയോ? അഫലാ ഉബശ്ശിറുൻ നാസ്, ആ വാക്ക് അസ്കുതു ഫലാ ഉബശ്ശിർ എന്നുള്ളതാണ്. അസ്കുതു, അതിലുള്ള ആ ഇസ്തിഫ്ഹാമിയ അത് നിലനിർത്തി. അസ്കുതു എന്നുള്ളത് ഹദഫ് ചെയ്തു, ഫലാ ഉബശ്ശിറുൻ നാസ് എന്നതിലേക്ക് അതിനെ കൂട്ടിച്ചേർത്തു. അങ്ങനെയാണ് വാചകം വരുന്നത്. വാചകത്തെ നഹ്വിയായി ഹല്ല് ചെയ്യുന്നതിന് വേണ്ടി മഹ്ദൂഫുകളെയൊക്കെ തഖ്ദീർ ചെയ്ത് പൂർണ്ണ രൂപത്തിൽ പറയുമ്പോൾ അസ്കുതു ഫലാ ഉബശ്ശിറുൻ നാസ്, ഞാൻ മൗനം പാലിക്കുകയാണോ ചെയ്യേണ്ടത്? ജനങ്ങളോട് ഇത് സന്തോഷ വാർത്ത അറിയിക്കാതിരിക്കുകയാണോ എന്നുള്ളതിനെയാണ് അഫലാ ഉബശ്ശിറുൻ നാസ്, ജനങ്ങളോട് ഞാൻ ഈ കാര്യം സന്തോഷ വാർത്ത, ഈ സന്തോഷകരമായ കാര്യം ജനങ്ങളെ ഞാൻ അറിയിക്കട്ടെയോ എന്ന് ചോദിക്കുന്നു. ഖാല ലാ തുബശ്ശിറുഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഉത്തരം നൽകിയത്, അരുത്, ജനങ്ങളോട് ഈ കാര്യം ഇപ്പോൾ പറയരുത്. ഫയത്തക്കിലു, അതിന്റെ ഒരു വിപരീത ഫലമുണ്ടാകും. ഇത്തിക്കാൽ അൽ-ഇത്തിക്കാലു അലാ സഅത്തി റഹ്മത്തില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിന്റെ സഅത്ത്, അതിന്റെ വ്യാപ്തിയിൽ അല്ലാഹ് വളരെയധികം റഹ്മത്ത് ചെയ്യുന്നവനാണ്. അവന്റെ റഹ്മത്തിനെ കുറിച്ചുള്ള തികഞ്ഞ പ്രതീക്ഷ ഒരു വിശ്വാസിക്ക് ആവശ്യമാണ്. പക്ഷേ അതേ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ എത്രത്തോളം പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുവോ അത്രത്തോളം അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ചുള്ള ഭയപ്പാടും ഒരു മുഅ്മിനിന് ആവശ്യമാണ്. ഇത് രണ്ടും ഒരേപോലെ ബാലൻസ് ഒപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോഴാണ് അള്ളാഹുവിനോടുള്ള തഅ്ളീം ഉണ്ടാകുന്നത്. തഅ്ളീം എന്ന് പറയുന്നത് റജാഉം ഖൗഫും പൂർണ്ണ രൂപത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം കൂടുകയോ ഒരു ഭാഗം കുറയുകയോ ചെയ്യാതെ രണ്ടും ഒരേപോലെ നിലനിർത്തുമ്പോഴാണ് തഅ്ളീം ശരിയായ രൂപത്തിൽ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുക. റജാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള തികഞ്ഞ പ്രതീക്ഷയാണ്, അവന്റെ റഹ്മത്തിലുള്ള അങ്ങേയറ്റത്തെ പ്രതീക്ഷയാണ്. അള്ളാഹു ഒരിക്കലും എന്നെ കൈവിടുകയില്ല, അവന്റെ റഹ്മത്ത് എനിക്ക് ലഭിക്കും, ഞാൻ അവനോട് കരഞ്ഞു പറഞ്ഞാൽ ഞാൻ ചെയ്ത തെറ്റുകൾ അവൻ എനിക്ക് പുറത്തു തരും, എന്റെ വീഴ്ചകൾ അവൻ പരിഹരിച്ചു തരും, അവന്റെ മഹളായ ഫള് കൊണ്ട് അവൻ എനിക്ക് ഒരുപാട് ഔദാര്യങ്ങൾ ചെയ്തു തരും എന്ന തികഞ്ഞ വിശ്വാസവും പ്രതീക്ഷയും ഒരു ഭാഗത്ത്. അതേ സന്ദർഭത്തിൽ ആ പ്രതീക്ഷ മാത്രം വെച്ചു പുലർത്തുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരവസാനം ചെന്നെത്തിയത് ഇർജാഇന്റെ ചളിക്കുണ്ടിലാണ്. അതിനൊരു മറുവശം അതേ സന്ദർഭത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, റജാഇന്റെ കൂടെ തന്നെ ഖൗഫ് ആവശ്യമാണ്. ഖൗഫ് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കും, അവൻ എല്ലാ കാര്യവും സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്നവനാണ്. യഅലമു ഖായിനത്തൽ അയ്യുനി വമാ തുഖ്ഫി സുദൂർ, നമ്മുടെ കണ്ണുകൊണ്ട് ആരും കാണാതെ നമ്മൾ നടത്തുന്ന ഒരു ചെറിയ കട്ടുനോട്ടം അല്ലെങ്കിൽ ഹൃദയത്തിൽ നമ്മൾ ഒളിപ്പിച്ചു വെക്കുന്ന കാര്യങ്ങൾ അതുപോലും അല്ലാഹു അറിയുന്നു. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, മനുഷ്യനെ സൃഷ്ടിച്ചത് നാമാണ്, അല്ലാഹുവാണ്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ ഹൃദയത്തിലുണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ, വികാരങ്ങൾ, വിചാരങ്ങൾ, ആ വസാവിസുകൾ നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ ജീവനാഡിയെക്കാളും വരീദിനെക്കാളും അവനോട് അടുത്തവനാകുന്നു നാം. അതുകൊണ്ട് തന്നെ മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്,
ഒരു വാക്ക് പോലും അവൻ ഉച്ചരിക്കുന്നില്ല. സർവസന്നദ്ധമായി രേഖപ്പെടുത്താൻ ഒരുങ്ങി നിൽക്കുന്ന മലക്കുകൾ അവന്റെ അടുക്കൽ ഹാജരുണ്ടായി അവരത് രേഖപ്പെടുത്തിയിട്ടല്ലാതെ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫഅലൂൻ, മാന്യന്മാരായിരിക്കുന്ന അള്ളാഹുവിന്റെ മലക്കുകൾ, എഴുത്തുകാരായ മലക്കുകൾ നിങ്ങൾ ചെയ്യുന്നത് എന്തുമേ അവരറിയുന്നു, രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആ ഏടുകളാണ് ഖിയാമത്ത് നാളിൽ ഓരോരുത്തരും അള്ളാഹുവിന്റെ മുമ്പാകെ ഹാജരാകുന്ന സന്ദർഭത്തിൽ അവരുടെ മുന്നിൽ നിവർത്തപ്പെടുന്നത്. ആ ഏട് അവരുടെ കയ്യിൽ കിട്ടുന്ന സന്ദർഭത്തിൽ ആ ഏട്ടിലേക്ക് നോക്കിക്കൊണ്ട് അവർ പറയുന്നു, മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ ഹസ്വാഹാ. ഇതെന്തൊരു ഏടാണ്, ചെറുതോ വലുതോ ആയ ഒരു കാര്യവും വിട്ടുപോയിട്ടില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷികളെ അണിനിരത്തിക്കൊണ്ട് ചോദിക്കുന്നു, ഏടുകൾ നിവർത്തി വെച്ചുകൊണ്ട് ചോദിക്കുന്നു, അവലമക ഹഫളതി, നീ പറയുന്ന കാര്യങ്ങൾ, നീ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനായി രേഖപ്പെടുത്താൻ ഞാൻ ഏർപ്പാട് ചെയ്തിരിക്കുന്ന എന്റെ മലക്കുകൾ നിന്നോട് അനീതി ചെയ്തുവോ? നീ ചെയ്യാത്ത ഒരു കാര്യം ചെയ്തതായി, അല്ലെങ്കിൽ നീ ചെയ്തു പോയിട്ടുള്ള ഏതെങ്കിലും ഒരു നല്ല കാര്യം ഉപേക്ഷിച്ചതായി നിന്റെ ഏടുകളിൽ വരാത്ത, എൻട്രി ചേർക്കാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ലെങ്കിൽ നീ ചെയ്യാത്ത കാര്യങ്ങൾ നിന്റെ പേരിൽ ചുമത്തപ്പെട്ടിട്ടുണ്ടോ? ഇല്ല എന്നല്ലാതെ അവര് ദുൽമ ചെയ്തു എന്ന് പറയാൻ ആർക്കുമേ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കൃത്യമായി നിരീക്ഷിച്ച് രേഖപ്പെടുത്തി സാക്ഷികളെ സ്ഥാപിച്ച് അവന്റെ മുമ്പാകെ നമ്മെ കൊണ്ടുവരാനുള്ളതാണ് ഈ ഭയം. കൃത്യമായി ഒരു ഭാഗത്തും ഖുർആനിൽ എവിടെയാണോ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് പരാമർശിച്ചത് അതിന്റെ മുന്നിലോ അല്ലെങ്കിൽ അതിന്റെ ശേഷമോ അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ച് പരാമർശിക്കാതിരുന്നിട്ടില്ല. നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിക്കുന്നു, എന്റെ അടിയാറുകൾക്ക് ഈ ഗൗരവമേറിയ വൃത്താന്തം അറിയിച്ചു കൊടുക്കുക. എന്താണത്? അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ ഗഫൂറാണ്, പാപങ്ങളൊക്കെ പുറത്തു തരുന്നവനാണ്. അർ റഹീം, വളരെയധികം റഹ്മത്ത് ചെയ്യുന്നവനാണ്. എന്റെ റഹ്മത്ത് വളരെ വിശാലമാണ്. പക്ഷേ വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, അതേ സന്ദർഭത്തിൽ എന്റെ ശിക്ഷ വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, അത് വളരെ വേദനാജനകമായ ശിക്ഷയാണ്. ഇത് രണ്ടും ഒരേപോലെ അതേ സന്ദർഭത്തിൽ ശിക്ഷയുടെ ജാനിബ്, വഈദിന്റെ ജാനിബ്, അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ ഒരു ഭാഗത്ത് വഈദ്, അവന്റെ താക്കീതുകളുണ്ട്. ആ താക്കീതുകൾ അതുമാത്രം കണ്ടുപോകുന്ന ചില ആളുകളുണ്ട്. അവരവസാനം എത്തിപ്പെട്ടത് ഖവാരിജുകളുടെ മദ്ഹബിലേക്കാണ്. അത് രണ്ടും ഒരുപോലെ, അവന്റെ ശിക്ഷയെ സംബന്ധിച്ചുള്ള ഭയം ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ അത്ര തന്നെ അവന്റെ റഹ്മത്തിനെ സംബന്ധിച്ചുള്ള റജാഉം നിലനിൽക്കുന്നു. റജാഉം ഖൗഫും, അത് രണ്ടും സമാസമമായി നിലനിൽക്കുന്ന ഒരു മനസ്സ് അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് കൂടി മറ്റാരെയും സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഏറ്റവും അധികം അള്ളാഹുവിനെ സ്നേഹിക്കുകയും കൂടി ചെയ്താൽ അൽ മഹബ്ബത്തു വത്തഅ്ലീം, അതിൽ നിന്നാണ് ഇബാദത്ത് രൂപപ്പെടുന്നത്. അള്ളാഹുവിനെ നമ്മൾ ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ ഇബാദത്തിന്റെ പിന്നിലുള്ള വികാരം ഈ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് ഖൗഫ്, മറ്റൊന്ന് റജ. അത് രണ്ടും കൂടുമ്പോഴുണ്ടാകുന്ന വികാരമാണ് തഅ്ലീം. ആ തഅ്ലീമിന്റെ കൂടെ അൽ മഹബ്ബ, അങ്ങേയറ്റത്തെ മഹബ്ബത്ത്. അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ പറഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിനെ കുറിച്ചും ഉള്ള ചർച്ച അവസാനിക്കുമ്പോൾ അതിലെ അവസാന വാക്ക് ഇന്ന റഹ്മതി സബഖത് ഗളബി, ഇന്ന റഹ്മതി സബഖത് ഗളബി, എന്റെ റഹ്മത്ത്, എന്റെ കാരുണ്യം എന്റെ കോപത്തെ അതിജയിച്ചിരിക്കുന്നു. വറഹ്മതി വസിഅത് കുല്ല ഷൈ, എന്റെ റഹ്മത്ത് എല്ലാറ്റിനെയും ചൂഴ്ന്നു നിൽക്കുന്നു, എല്ലാറ്റിനെയും വലയം ചെയ്തു നിൽക്കാൻ മാത്രം വിശാലമാണ്, സമൃദ്ധമാണ് എന്റെ റഹ്മത്ത്. ഇതുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഏതാണെങ്കിലും ശരി, അല്ലാഹുവിന്റെ റഹ്മത്ത് മാത്രം ആലോചിക്കുകയും
അവന്റെ ശിക്ഷയെ സംബന്ധിച്ച് ഓർക്കാതിരിക്കുകയും അങ്ങനെ അൽ-ഇത്തികാലു അലാ സഅതി റഹ്മത്തില്ലാ എന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുകയും ചെയ്യും. അത് ഹുവൽ അംനു മിൻ മക്രില്ലാഹ്, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് നിർഭയനായിരിക്കുക എന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കും. അൽ അംനു മിൻ മക്രില്ലാഹ് എന്ന് പറയുന്നത് പരാജിതരായ ആളുകളുടെ സ്വഭാവമാണ്. അഫഅമിനു മക്റല്ലാഹ് ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ച് അവർ നിർഭയമായിരിക്കുകയാണോ? അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് നിർഭയമായിരിക്കുക പരാജിതരായ ആളുകൾ, ദുനിയാവും പരലോകവും നഷ്ടപ്പെടുന്ന ഖാസിരീങ്ങളെ അവന്റെ ശിക്ഷയെ സംബന്ധിച്ച് നിർഭയമായിരിക്കുകയുള്ളൂ. അവന്റെ ശിക്ഷയെക്കുറിച്ച് നിർഭയമായിരിക്കരുത്. ആ അവസ്ഥയിലേക്ക് പോകും. പിന്നെ അമലൊന്നും ചെയ്യാതെ ഞാൻ ശിർക്ക് ചെയ്തിട്ടില്ലല്ലോ. തൗഹീദ് എന്ന് പറഞ്ഞാൽ അതിന്റെ മുക്കമ്മിലാത്തുകളുണ്ട്, അതിന്റെ ഹുഖൂഖുകളുണ്ട്. അതിന്റെ ഹുഖൂഖുകളും മുക്കമ്മിലാത്തുകളും ചെയ്യാതെ, അള്ളാഹുവിന് വേണ്ടിയ അമലുകൾ ചെയ്യാതെ, സ്വാലിഹായ അമലുകൾ ചെയ്ത് തൗഹീദിന്റെ ഹുഖൂഖുകൾ പൂർത്തീകരിക്കാതെ, അതിന്റെ മുക്കമ്മിലാത്തുകൾ അനുവർത്തിക്കാതെ, അള്ളാഹുവിന്റെ റഹ്മത്തിൽ, അവന്റെ റഹ്മത്തിന്റെ സഅത്തിൽ ഇത്തിക്കാല് ചെയ്ത് മക്റുമിൻ അൽ അംനു മിൻ മക്രില്ല, അള്ളാഹുവിന്റെ മക്റിനെ കുറിച്ച് അമ്നിലായിരിക്കും. ഈ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി ഇല്ല, എല്ലാവരോടും അത് പറയേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ആജ്ഞാപിക്കുന്നു. പിന്നീട് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നതിന്റെ തൊട്ടു മുമ്പാണ് ഈ സംഭവം റിവായത്ത് ചെയ്യുന്നത്. മുആദ് റളിയല്ലാഹു തആല അൻഹു ഈ കാര്യം പിന്നീട് വിശദീകരിച്ചത്, ആ കാര്യം പിന്നീട് അദ്ദേഹം ഉദ്ധരിച്ചു കൊടുത്തത് ഇൻദ മൗതിഹി തഅസ്സുമ, ഇൻദ മൗതി, അദ്ദേഹം വഫാത്താകാൻ പോകുന്ന സന്ദർഭത്തിലാണ് ഈ കാര്യം വിശദീകരിച്ചത്. അത് തഅസ്സുമൻ, ഇനി ആ കാര്യം പറയാതെ ആർക്കും കൈമാറാതെ പോയാൽ ഈ ഇൽമ് നഷ്ടപ്പെട്ടു പോകുമല്ലോ, അത് ഒരു കുറ്റമാകുമല്ലോ എന്ന് കരുതി അദ്ദേഹം മറ്റുള്ളവർക്ക് ഈ റിവായത്ത് എത്തിച്ചു കൊടുത്തുകൊണ്ടാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു നിര്യാതനായി പോയിട്ടുള്ളത്. ഇതാണ് കിതാബു തൗഹീദ് എന്ന് പറയുന്ന അധ്യായം. ആ കിതാബു തൗഹീദ് തന്നെയാണ് ആദ്യത്തെ അധ്യായം. അതിൽ ആ അധ്യായത്തിന്റെ തലവാചകമായി തന്നെയാണ് ആയത്തുകളും ഈ ഹദീസുകളും കൊണ്ടുവന്നിട്ടുള്ളതും. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആയത്തുകളിൽ നിന്ന് ഒന്ന്, ഈ അധ്യായത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒന്ന് സൂറത്തു ദാരിയാത്തിലുള്ള 56-ാമത്തെ ആയത്ത്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. രണ്ടാമത്തേത് സൂറത്തു നഹ്ലിലുള്ള 36-ാമത്തെ ആയത്ത്, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ അഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. മൂന്നാമത്തേത് സൂറത്തുൽ ഇസ്രായിലുള്ള 24-ാമത്തെ ആയത്ത്, വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. നാലാമത്തേത് ആയത്തുൽ ഹുഖൂഖുൽ അശ്റ എന്ന് പറയുന്ന സൂറത്തുൽ നിസായിലുള്ള 36-ാമത്തെ ആയത്ത്, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ. അതുപോലെ തന്നെ അടുത്ത ആയത്ത് സൂറത്ത് അൻആമിലുള്ള ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാന എന്ന ആയത്തും, അതുപോലെ തന്നെ ഇബ്നു മസ്ഊദിൽ നിന്ന് ആ ആയത്തിനെ സംബന്ധിച്ച് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ അസറും, അതിനുശേഷം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്തിട്ടുള്ള ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഈ ഹദീസും കൂടിച്ചേർന്നതാണ് ഈ അധ്യായം. ഈ അധ്യായത്തിൽ നിന്ന് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് ഇസ്തിംബാത്ത് ചെയ്തെടുത്തിട്ടുള്ള മസായിലുകൾ, ആയത്തുകളിൽ നിന്ന്, മുകളിൽ പറഞ്ഞ ആയത്തുകളിൽ നിന്ന്, ഹദീസിൽ നിന്ന്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൽ നിന്ന് റിവായത്ത് ചെയ്തിട്ടുള്ള റളിയല്ലാഹു അൻഹു ആ അസറിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്തിട്ടുള്ള, അതിൽ നിന്ന് നിർദ്ധാരണം ചെയ്തെടുത്തിട്ടുള്ള മസ്അലകളാണ് ഇനി തുടർന്നുകൊണ്ട് മുസന്നിഫ് റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നത്. ഫീഹി മസാഇൽ, ഫീഹി ളമീർ ഈ ബാബിലേക്കാണ് പോകുന്നത്. ഈ അധ്യായത്തിൽ ഉദ്ധരിച്ചിരിക്കുന്ന നുസൂസുകളിൽ
മസായിൽ, കുറെ മസ്അലകളുണ്ട്. ആ മസ്അലകൾ എണ്ണിപ്പറയുമ്പോഴാണ് ആ വചനങ്ങളിൽ ഉൾക്കൊള്ളുന്ന ഫവായിദുകൾ, ഫവായിദു ഇൽമിയായ ഫായിദകൾ നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുകയുള്ളൂ. മാത്രമല്ല ആ മസായിലുകൾ ഇസ്തിൻബാത്ത് ചെയ്യുമ്പോഴാണ് ശൈഖുൽ ഇസ്ലാമിന്റെ ഫിഖ്ഹ് ശരിക്കും നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്നത്. ഒന്നാമത്തേത്, ആ മസ്അലകളിൽ ഒന്നാമത്തേത് അൽ ഹിക്മ ഫീ ഖൽഖിൽ ജിന്നി വൽ ഇൻസ്, ജിന്ന് വർഗത്തെയും ഇൻസ് വർഗത്തെയും സൃഷ്ടിച്ചതിനു പിന്നിലുള്ള ഹിക്മ. അള്ളാഹുവിനൊരു ഹിക്മത്തുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ആകാശത്തെയോ ആകാശങ്ങളെയോ ഭൂമിയെയോ അവയിലുള്ള ജീവജാലങ്ങളെയോ ഒന്നിനെയും അവന്റെ സൃഷ്ടിലോകത്തെ വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന കാര്യം വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വമാ ഖലഖ്നസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ. ആകാശങ്ങൾ, അതുപോലെ തന്നെ ഭൂമി, അവക്കിടയിലുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങൾ, ചരാചരങ്ങൾ, അവയെ നാം ഒരു വിനോദത്തിന് വേണ്ടി, കളിക്കു വേണ്ടി സൃഷ്ടിച്ചതല്ല. മാത്രമല്ല മനുഷ്യന്റെ കാര്യം വരുമ്പോൾ അല്ലാഹു പ്രത്യേകിച്ചും ചോദിക്കുന്നു, അഫഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസ, അല്ല നിങ്ങൾ കരുതിയിട്ടുണ്ടോ നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് വൃഥയാണ്, വെറുതെയാണ് എന്ന്, വൃഥ സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അയഹ്സബുൽ ഇൻസാനു അൻ യുത്റക സുദാ, മനുഷ്യനോട് ചില പ്രത്യേക ദൗത്യങ്ങൾ ചുമതലപ്പെടുത്തി ചെയ്യാനും ചെയ്യാതിരിക്കാനും കൽപ്പിക്കുകയും വിലക്കുകയും ചെയ്യാതെ, ജീവിതത്തിന് ചില പ്രത്യേക ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച് ദൗത്യങ്ങൾ ചുമതലപ്പെടുത്തി, കാര്യങ്ങൾ ചുമതലപ്പെടുത്തി ഏൽപ്പിക്കാതെ വെറുതെ വിട്ടേക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അവൻ വിചാരിക്കുന്നുവോ? അല്ല. ആകാശങ്ങളെയും ഭൂമിയെയും അവയിലുള്ള മുഴുവൻ ചരാചരങ്ങളെയും അവക്കിടയിലുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് അവന് പ്രത്യേകമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്, സ്വോദ്ദേശപരമായ സൃഷ്ടിപ്പ് തന്നെയാണ്. അവക്കു പിന്നിൽ അള്ളാഹുവിന്റെ മഹത്തായ ലക്ഷ്യങ്ങളുണ്ട്. മനുഷ്യനെയും ജിന്നുവർഗത്തെയും സൃഷ്ടിക്കുകയും ഭൂലോകത്ത് അധിവസിപ്പിക്കുകയും ചെയ്തതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് ലക്ഷ്യമെന്താണ്? മനുഷ്യവർഗത്തിന് അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ദൗത്യം എന്താണ്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇതാണ് ആ ദൗത്യം, ഇതാണ് ആ ലക്ഷ്യം. ഇബാദത്തുല്ലാഹി വഹ്ദ ലാ ശരീക ലഹ്. അള്ളാഹുവിനെ മാത്രമായി ഇബാദത്ത് ചെയ്യുക, ഒരു പങ്കാളിയെയും നിശ്ചയിക്കാതിരിക്കുക. ഇതാണ് അല്ലാഹു മനുഷ്യ ജീവിതത്തിന് നൽകിയിരിക്കുന്ന, ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, ലക്ഷ്യം ഇതാണ്. അൽ ഹിക്മത്തു ഫീ ഖൽഖിൽ ജിന്നി വൽ ഇൻസ്. ശൈഖുൽ ഇസ്ലാം ഈ ഫായിദ ഇസ്തിംബാത്ത് ചെയ്തത് സൂറത്തു ദാരിയാത്തിലുള്ള ആയത്തിൽ നിന്ന്, അതുപോലെ തന്നെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്ത ഈ ഹദീസിൽ നിന്നുമാണ്. അസ്സാരിയത്തു അൽ-മസ്അലത്തു അസ്സാരിയത്തു എന്നതാണ് പൂർണ്ണം. രണ്ടാമത്തെ മസ്അല, ഈ നുസൂസുകളിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്തെടുത്ത രണ്ടാമത്തെ മസ്അല, അന്നൽ ഇബാദത ഹിയ തൗഹീദ്. ഇബാദത്ത് എന്ന് പറയുന്നത് ഹിയ തൗഹീദ്, അതാണ് തൗഹീദ്. ലിഅന്നൽ ഖുസൂമത ഫീഹ്, കാരണം അതിലാണ്, തൗഹീദിലാണ് ഖുസൂമത്ത്, പ്രവാചകന്മാർക്കും അവർ നിയോഗിക്കപ്പെട്ട സമൂഹത്തിനുമിടയിൽ ഖുസൂമത്ത്, തർക്കം നടന്നത്, എതിരഭിപ്രായങ്ങളും തർക്കങ്ങളും നടന്നത് തൗഹീദിന്റെ കാര്യത്തിലാണ്. ആ തൗഹീദ് അത് ഇബാദത്തുല്ലാഹി വഹ്ദ എന്നുള്ളതുമാണ്. ഇത് ഏതിൽ നിന്നാണ് ശൈഖുൽ ഇസ്ലാം ഇസ്തിംബാത്ത് ചെയ്തത്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇല്ലാ ലിയഅ്ബുദൂൻ എന്നുള്ള ആ വാക്കിൽ നിന്നാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ തൗഹീദ് തന്നെയാണ്, അതാണ് തൗഹീദ്. അമ്പിയാക്കന്മാര് ദഅവത്ത് നടത്തിയ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇബാദത്തുള്ളയാണ്. അത്രയും വ്യക്തമായി ആ കാര്യം ഹബ്റുൽ ഉമ്മ വ തർജുമാനുൽ ഖുർആൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആ ആയത്തിന് വ്യാഖ്യാനം നൽകുകയും ചെയ്തിട്ടുള്ളതാണ്.
ഇബ്നു അബ്ബാസിൽ നിന്ന് സാമാന്യം ഭേദപ്പെട്ട സനദോടുകൂടി തന്നെ ഇല്ലാ ലിയഅ്ബുദൂൻ എന്നതിന് ഇല്ലാ ലിയുവഹിദൂൻ എന്നുള്ള വ്യാഖ്യാനം മുഫസ്സിറുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ആയത്തും ഇബ്നു അബ്ബാസ് അതിന് നൽകിയിരിക്കുന്ന തഫ്സീറും പിന്നീട് മറ്റുള്ള മുഴുവൻ തെളിവുകളെ ഇസ്തിഖ്റാഅ് നടത്തിക്കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന മുഫാദും മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്തിൻബാത്ത് ചെയ്തുകൊണ്ട് മുഅല്ലിഫ് റഹിമഹുള്ള പറയുന്നു, അൽ ഇബാദ, അല്ലാഹ്ക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ, അതാണ് ഹിയ തൗഹീദ്, അതാണ് തൗഹീദ്. ബാക്കിയുള്ള കാര്യങ്ങൾ തൗഹീദുണ്ട്, തൗഹീദിൽ വേറെ ചില കാര്യങ്ങളുണ്ട്. പക്ഷേ ആ കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഈ കാര്യം സ്ഥാപിക്കാൻ വേണ്ടി ആ കാര്യത്തെ തഖ്രീർ ചെയ്താൽ മതി. അല്ലാഹ് ഉണ്ട്, അത് തൗഹീദിന്റെ ഭാഗമാണ്. അല്ലാഹുവിന്റെ ദാത്തിൽ അവൻ ഏകനാണ്, അത് തൗഹീദിന്റെ ഭാഗമാണ്. അല്ലാഹു മാത്രമാണ് ഖാലിഖ്, അത് തൗഹീദിന്റെ ഭാഗമാണ്. അല്ലാഹു മാത്രമാണ് മാലിക്, മുദബ്ബിർ, റാസിഖ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, റുബൂബിയ്യത്തുമായി ബന്ധപ്പെട്ട മആനികൾ, അത് മുഴുവനും അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഇത് തൗഹീദിന്റെ ഭാഗമാണ്. പക്ഷേ അതിൽ ഹുസൂമത്തില്ല, ആരും തർക്കിക്കുന്നില്ല. അതിൽ ഒരു നബി വന്ന് ദഅവത്ത് നടത്തിയാൽ ആ നബിയോട് അദ്ദേഹം ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമൂഹം ആ കാര്യത്തിൽ അല്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവരോട് ചോദിച്ചു നോക്കൂ, ആരാണ് ആകാശം പടച്ചത്? ലയഖൂലുന്നല്ലാഹ്. ആരാണ് ഭൂമി പടച്ചത്? ലയഖൂലുന്നല്ലാഹ്. ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഹുവ യുജീറു വലാ യുജാറു അലൈഹി. സകലതിന്റെയും മലക്കൂത്ത് ആരുടെ കൈവശമാണ്? അവനാണ് ഏവർക്കും സംരക്ഷണമേകുന്നത്. അവന്റെ സംരക്ഷണത്തെ മറികടക്കാൻ സാധ്യമല്ല. അങ്ങനെയുള്ളവരാരെന്ന് ചോദിക്കൂ, അവര് പറയും അല്ലാഹ്. അപ്പോൾ ആ അല്ലാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന ഉലൂഹിയ്യത്തിന്റെ തൗഹീദിൽ എങ്ങനെയാണ് നിങ്ങൾ പിന്നീട് തെറ്റിപ്പോകുന്നത്? അതിൽ നിങ്ങൾക്ക് എന്തൊരു തരത്തിലുള്ള മായികമായ വലയിലാണ് നിങ്ങൾ അകപ്പെട്ട് വ്യതിചലിച്ചു പോകുന്നത് എന്നാണ് ചോദ്യം. അതുകൊണ്ട് തന്നെ അമ്പിയാക്കന്മാർ അവർക്ക് പ്രബോധനം ചെയ്യേണ്ടി വരികയും ജനങ്ങളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടി വരികയും തർക്കം നിലനിൽക്കുകയും അതിന്റെ പേരിൽ യുദ്ധം നടക്കുകയും ഒക്കെ ചെയ്ത തൗഹീദ്, തൗഹീദുൽ ഇബാദ, തൗഹീദുൽ ഇലാഹിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, ഈ തൗഹീദാണ്. അന്നൽ ഇബാദത ഹിയ തൗഹീദ് ലിഅന്നൽ ഖുസൂമത ഫീ. അത് അദ്ദേഹം ഇസ്തിംബാത്ത് ചെയ്ത രൂപം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. വജ്ഹുൽ ഇസ്തിദ്ലാൽ സൂറത്തു ദാരിയാത്തിലെ ആയത്ത്, അതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നൽകിയ വ്യാഖ്യാനം, പിന്നീട് അമ്പിയാക്കന്മാരുടെ ദഅവത്ത് സംബന്ധിച്ച് സൂറത്തുൽ അംബിയായിലും സൂറത്തു ഹൂദിലും തുടങ്ങിയിട്ടുള്ള ശുഅറായിലും ഒക്കെ വന്നിട്ടുള്ള അവരുടെ ദഅവത്തിന്റെ സംക്ഷിപ്ത ചരിത്രം പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ അതെല്ലാം എടുത്തു നോക്കിയാൽ ഇബാദത്തിന്റെ കാര്യത്തിലാണ് ഖുസൂമത്ത് നടന്നത്. തൗഹീദിന്റെ മറ്റു ഭാഗങ്ങൾ അത് ജനങ്ങൾ അംഗീകരിക്കുന്നതാണ്. ആ കാര്യത്തെ ഒന്ന് പറയുകയും അവരംഗീകരിക്കുന്ന കാര്യത്തെ തഖ്രീർ നടത്തുകയും ആ മുഖദ്ദിമയിൽ നിന്നുകൊണ്ട് ഈ തൗഹീദുൽ ഉലൂഹിയ്യ വൽ ഇബാദ ആ കാര്യം ജനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കുകയും അത് സ്ഥാപിക്കുകയും ചെയ്യുന്നതിനാണ് അമ്പിയാക്കന്മാർ വന്നത്. അൽ ഇബാദത്തു ഹിയ തൗഹീദ്. അൽ മസ്അലത്തു സാലിസ, മൂന്നാമത്തെ മസ്അല, അന്ന മൻ ലം യഅതി ബിഹി ലം യഅ്ബുദില്ലാഹ് ففيه معنى قوله ولا أنتم عابدون ما أعبد. സൂറത്തുൽ കാഫിറൂൻ, അൽ കാഫിറൂൻ എന്ന അധ്യായത്തിൽ 5-ാമത്തെയും 3-ാമത്തെയും ആയത്തിതാണ്, ആവർത്തിച്ച വചനമാണത്. അതിൽ പറയുന്നു അന്ന മൻ ലം യഅതി, 3-ാമത്തെ മസ്അല ഇതാണ്, അന്ന മൻ ലം യഅതി ബിഹി ലം യഅ്ബുദില്ലാഹ്. ഒരാൾ ഈ തൗഹീദ് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അയാൾ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. ഒരാൾ എന്ത് ചെയ്തു? അല്ലാഹുക്കുള്ള ഇബാദത്ത് എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു. നമസ്കരിച്ചു, നോമ്പെടുത്തു, സകാത്ത് കൊടുത്തു, അല്ലാഹുക്ക് വേണ്ടി. അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹു കാര്യങ്ങൾ തവക്കുൽ ചെയ്തു, ഒക്കെ ചെയ്തു. അതേ സന്ദർഭത്തിൽ അല്ലാഹ് ഏകനാണ്, ദാത്തിലും അവന്റെ ഗുണങ്ങളിലും അവന്റെ വിശേഷണങ്ങളിലും ഒക്കെ ഏകനാണ് എന്ന് പറഞ്ഞു.
അതേ സന്ദർഭത്തിൽ അള്ളാഹ്ക്ക് കൊടുക്കുന്ന ഇബാദത്തിന്റെ ഒരു വിഹിതം അല്ലാത്തവർക്കും കൊടുത്തു. അവരുടെ ധനത്തിൽ നിന്ന് ഒരു വിഹിതം സക്കാത്തായിട്ട് അള്ളാഹുവിനും അവരുടെ ധനത്തിൽ നിന്നുള്ള ഒരു വിഹിതം നേർച്ചയായിട്ട് അവർ ചില ഔലിയാക്കന്മാരെയും ശുഫാക്കളെയും നിശ്ചയിച്ചിട്ട് അവർക്കും കൊടുത്തു. എങ്കിൽ അയാൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തവനാണ് എന്ന് പറയാൻ പറ്റുമോ? അയാൾ നിസ്കരിച്ചിട്ടില്ലേ, നോമ്പ് നോറ്റിട്ടില്ലേ, സക്കാത്ത് കൊടുത്തിട്ടില്ലേ? കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ചെയ്തുവെങ്കിലും അത് ഇബാദത്തിന്റെ കള്ളിയിൽ നിന്ന് അത് മാറ്റിയിട്ട് ശിർക്കിന്റെ കള്ളിലേക്ക് പോകും. കാരണം അയാൾ അള്ളാഹ്ക്കും കൊടുത്തു, അല്ലാത്ത ആൾക്കും കൊടുത്തു. അള്ളാഹ്ക്കും അല്ലാത്ത ആൾക്കും ആരാധന കൊടുത്ത ആൾക്ക് പറയാം മുശ്രിക്കാണ്, ആബിദുള്ള എന്നല്ല. അതുകൊണ്ട് തന്നെ ഇത് ചെയ്തിട്ടില്ലാത്ത ഒരാൾ ലം യഅ്ബുദില്ല, അയാൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തവനല്ല. അതുകൊണ്ടാണ് ഫഫീഹി മഅന ഖൗലിഹി, അള്ളാഹുവിന്റെ വചനത്തിന്റെ മഅന ഈ വിഷയത്തിലാണ്. എന്ത്? വല അൻതും ആബിദൂന മാ അഅ്ബുദ്. മുഹമ്മദ് നബി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ആബിദുല്ലാ, മുവഹിദുല്ലാ, മുഖ്ലിസുല്ലാ. എന്നാൽ മക്കാ മുശ്രിക്കുകൾ അവര് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തവരല്ല, മുവഹിദുകളല്ല, അവര് മുഖ്ലിസുകളല്ല. എന്ന് വെച്ചാൽ അള്ളാഹ്ക്ക് ഒരു ഇബാദത്ത് കൊടുത്തിട്ടില്ല എന്നല്ല. അവരെ കുറിച്ച് നിങ്ങൾ എടുത്തു നോക്കൂ. وما كان صلاتهم عند البيت إلا مكاء وتصدية. അവർക്ക് അള്ളാഹ്ക്ക് വേണ്ടിയുള്ള ഒരു നിസ്കാരം ഉണ്ടായിരുന്നു കഅബയുടെ അടുക്കൽ വന്നിട്ട്. അത് കൈമുട്ടും ചൂളംവിളിയൊക്കെ കൂടിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അത് ഖുർആനിൽ തന്നെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അവരുടെ സക്കാത്തിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അള്ളാഹു ഉണ്ടാക്കിക്കൊടുക്കുന്ന കാലിസമ്പത്തിൽ നിന്നും കാർഷിക വിളയിൽ നിന്നും ഒരു നസീബ് വജഅലുലില്ല അള്ളാഹുവിന്റെ നിശ്ചയിക്കും. അതിൽ നിന്നുള്ള ഒരു വിഹിതം അവരുടെ ശുറക്കാക്കൾക്ക്, പങ്കാളികൾക്കും നിശ്ചയിക്കും. എന്നിട്ട് പലപ്പോഴും അവരുടെ പങ്കാളികൾക്ക് നിശ്ചയിച്ചതിൽ നിന്ന് ഒരു വിഹിതവും അള്ളാഹ്ക്ക് ഇങ്ങോട്ട് കിട്ടൂല. എന്നാൽ അള്ളാഹുവിന് നിശ്ചയിച്ചതിൽ നിന്ന് ചിലത് അവരെന്ത് ചെയ്യും? അള്ളാഹു അല്ലാത്തവന്റെ പങ്കാളികളിലേക്ക് കൊടുത്തു എന്നും വരും. അപ്പൊ അള്ളാഹ്ക്കും അവരുടെ ധനത്തിൽ നിന്ന് വിഹിതം സക്കാത്ത് കൊടുക്കാറുള്ളത് ഖുർആനിൽ പറയുന്നു, പങ്കാളികൾക്കും കൊടുക്കുന്നുണ്ട് എന്ന് മാത്രം. അതേപോലെ തന്നെ അവര് ദുആ ചെയ്യുന്ന അവരുടെ ദുആ നിങ്ങൾ എടുത്തു നോക്കൂ. അവര് ദുആ ചെയ്യുന്നത് ഹജ്ജിന്റെ വേളയിൽ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ലബ്ബൈക് എന്നുള്ളതിന്റെ അർത്ഥം വീണ്ടും ഞാനിതാ, അത് ഫഅതൻ ബഅദ ഫഅതിക് വഇഖാമതൻ ബഅദ ഇഖാമതിക് അലാ ഫഅതിക്. അല്ലാഹുവേ, നീ പറഞ്ഞത് കേട്ടും വണങ്ങിയും അനുസരിച്ചും അതിന്മേൽ തന്നെ വീണ്ടും അതിന്മേൽ തന്നെ നിരന്തരം അതിൽ ഞാനിതാ നിലക്കൊള്ളാൻ റെഡിയാണെന്ന് പ്രഖ്യാപിക്കുന്നു എന്നാണ്. ലബ്ബൈക് അല്ലാഹുമ്മ, അല്ലാഹുവിനാണ് തൽബിയത്ത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. അത് പറഞ്ഞതിന് ശേഷം പിന്നെ അവർ പറയുമ്പോ ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്. ഹജ്ജ് അവർ അല്ലാഹ്ക്ക് വേണ്ടി ചെയ്യുന്നു, നോമ്പ് അവർ അല്ലാഹ്ക്ക് വേണ്ടി ചെയ്യുന്നു. അവര് ആശൂറ നോറ്റിരുന്നു എന്നാണ് പറയുന്നത്. ആശൂറ മുഹറം മാസം 10 അവരെന്ത് ചെയ്യാറുണ്ടായിരുന്നു? നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. അതുപോലെ ഹജ്ജ് ചെയ്യാറുണ്ടായിരുന്നു. ഹജ്ജിന് അള്ളാഹ്ക്ക് വേണ്ടി തൽബിയത്ത് ചെല്ലാറുണ്ടായിരുന്നു. പക്ഷെ ഒക്കെ കഴിയുമ്പോൾ അതിൽ നിന്ന് ഓരോരോ എടുത്തിട്ട് അവരുടെ പങ്കാളികൾക്ക് കൊടുക്കുമില്ല. ശരീക്കൻ ഹൂവലക് തംലികുഹു വമാ മലക്. ആ പങ്കാളിയോ അള്ളാഹിനെ പോലെ സ്വയംഭൂവാണ്, അള്ളാഹിനെ പോലെയാണ് എന്നവർ കരുതുന്നില്ല. അല്ലെങ്കിൽ സ്വയംഭൂവാണ് എന്നവർ കരുതുന്നില്ല. മിസ്ലിയത്ത് സ്ഥാപിക്കുന്നില്ല. അള്ളാഹിനെ പോലെ ഇല്ല, സ്വയംഭൂവാണ്, ആരുണ്ടാക്കാതെ സ്വന്തം ഉണ്ടായി വന്നതാണ് എന്ന് കരുതുന്നില്ല. അവർക്ക് ആ പങ്കാളികൾക്ക് ലോകത്തെ നിയന്ത്രിക്കുവാനുള്ള തസറുഫാത്തുൽ കൗൻ, ലോകം നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് എന്നവർ കരുതുന്നില്ല. അവർക്ക് സ്വന്തമായി വല്ല കഴിവും കിട്ടിയിട്ടുണ്ട് എന്നവർ കരുതുന്നില്ല. ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്. ആ ഞങ്ങൾ പങ്കാളികളായി, ഞങ്ങൾ ശുപാർശകരായി, ഞങ്ങൾ ഇടയാളന്മാരായി വെച്ചവരൊക്കെ അല്ലാഹുവേ നിന്റെ മുഖറബീങ്ങളാണ്, നിന്നോട് ഏറ്റവും അടുപ്പമുള്ളവരാണ്,
നിന്റെ പങ്കാളികൾ എന്ന് പറയുന്നത് തംലിക്കുഹു വമാമലക്, ആ പങ്കാളി നിന്റെ അധീനതയിൽ, നിന്റെ ഉടമസ്ഥതയിൽ, നിന്റെ നിയന്ത്രണത്തിലുള്ളവനാണ്. അവനുള്ള മുഴുവൻ കഴിവും റബ്ബേ നീ മാത്രം കൊടുത്തതാണ്. അങ്ങനെയുള്ളൊരു പങ്കാളി നിനക്കിഷ്ടപ്പെട്ടവനാണല്ലോ എന്ന് കരുതിയിട്ട് അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നു. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ അവർക്ക് ഇബാദത്ത് ചെയ്യുന്നത്. ويعبدون من دون الله ما لا يضرهم ولا ينفعهم ويقولون هؤلاء شفعاؤنا عند الله. അവർക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ചിലരെ അവർ എന്ത് ചെയ്യുന്നു? ഇബാദത്ത് ചെയ്യുന്നു, അവർക്ക് ഇബാദത്ത് ചെയ്യുന്നു. എന്നിട്ട് അവർ പറയുന്നത് ഹഉലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഇവര് സ്വയംഭൂവാണ്, ഇവർക്ക് സ്വന്തമായി കഴിവുണ്ട്, ഇവർക്ക് തസറുഫുൽ കൗൻ, ലോകം നിയന്ത്രിക്കാനുള്ള ശേഷിയുണ്ട് എന്നൊന്നും അവർ പറയുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ അഥവാ ലോകം നിയന്ത്രിക്കുക, ഭാഗധേയം നിർണയിക്കുക തുടങ്ങിയുള്ളതെല്ലാം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. പക്ഷേ വയഖൂലൂന ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ പറഞ്ഞ് എല്ലാം ഞങ്ങളുടെ കാര്യം കൈച്ചലാക്കി തരും എന്ന് മാത്രമേ അവർ കരുതിയിരുന്നുള്ളൂ. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് പറഞ്ഞത് വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അള്ളാഹുവിന് വിശ്വാസമുണ്ട്, പക്ഷെ അത് ശിർക്കൻ വിശ്വാസമാണ്. അള്ളാഹുവിലും വിശ്വസിക്കുന്നു, അള്ളാഹു അല്ലാത്ത അവർ നിശ്ചയിച്ച, അവർ ജൽപ്പിച്ച ചില പങ്കാളികൾ അവരിലും വിശ്വസിക്കുന്നു, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നു, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്നു. അതുകൊണ്ട് ആ അവസ്ഥക്ക് ദീനിൽ പറയുന്ന പേര് ശിർക്ക് എന്നാണ്. അത് അള്ളാഹുവിന്റെ റസൂലിനോട് പറയാൻ പറഞ്ഞു. വല അൻതും ആബിദൂൻ, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവരല്ല. മാ അഅ്ബുദ്, ഞാൻ ഇബാദത്ത് ചെയ്യുന്ന ഇബാദത്ത്, എന്റെ ഇബാദത്ത് ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്. നിങ്ങളുടെ ഇബാദത്ത് ഇബാദത്തല്ല, അത് അൽ-ഇശ്റാകു ബില്ലാഹ്. ഇതാ വ്യത്യാസം, ഇതാണ് വ്യത്യാസം. ഞാൻ ഇബാദത്ത് ചെയ്യുന്നത് അള്ളാഹുവിന്, അവന് മാത്രം. നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് അള്ളാഹുവിനും കൊടുക്കുന്നു, അല്ലാത്തവർക്കും കൊടുക്കുന്നു, പങ്കു ചേർക്കുന്നു. നിങ്ങളുടേത് ഷെയർ ചെയ്യുന്ന പരിപാടിയാണ്. ഞാൻ ഇബാദത്ത് ചെയ്യുന്നത് അള്ളാഹ് പറഞ്ഞ അതേ ഇബാദത്ത്, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് അള്ളാഹ് പറഞ്ഞ അതേ ഇബാദത്തല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധി തോന്നിച്ചു തരുന്ന പലതരത്തിലുള്ള ഇബാദത്തുകളും. അതുകൊണ്ട് തന്നെ മഅ്ബൂദിന്റെ കാര്യത്തിൽ, ഇബാദത്തിന്റെ കാര്യത്തിൽ എന്റെ മഅ്ബൂദ് അല്ലാഹു മാത്രമാണ്. നിങ്ങളുടെ മഅ്ബൂദ് അല്ലാഹ് മാത്രമല്ല, വേറുള്ളവരെയും നിങ്ങൾ ഇബാദത്ത് ചെയ്യാനുള്ള ആരാധ്യന്മാരായി സ്വീകരിച്ചിട്ടുണ്ട്. എന്റെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹ് കാണിച്ചു തന്ന, അള്ളാഹ് നിർദ്ദേശിച്ച അതേ ഇബാദത്ത്. നിങ്ങളുടെ ഇബാദത്ത് അള്ളാഹ് ഇഷ്ടപ്പെട്ട, അവൻ തൃപ്തിപ്പെട്ട് നമുക്ക് ഉപദേശിച്ചു തന്ന ആ ഇബാദത്ത് മാത്രമല്ല, അല്ലാത്ത ഇബാദത്തുണ്ട്. പിന്നെ എന്റെ ബന്ധം അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, അവരോടാണ് എന്റെ മുവാലാത്ത്. നിങ്ങൾ അവരോടല്ല, അവരോട് നിങ്ങൾക്ക് വെറുപ്പാണ്. അള്ളാഹുവിനെയും അള്ളാഹു അല്ലാത്തവരെയും ഒരുപോലെ ആരാധിക്കുന്ന, ശിർക്ക് ചെയ്യുന്ന അവര്, ആ വിഗ്രഹങ്ങൾ, ബിംബങ്ങൾ, മുശ്രിക്കീങ്ങൾ, അവരോടാണ് നിങ്ങളുടെ കൂട്ട്. അതുകൊണ്ടാണ് പറയുന്നത് വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നതിനെ, ഞാൻ ആരാധിക്കുന്ന ആരാധന, ഞാൻ ആരാധിക്കുന്നവനെ, ഞാൻ ആരാധിക്കുന്ന തരത്തിൽ, ഞാൻ ആരാധിക്കുന്ന വിധേന നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടേത് ഇബാദത്തുള്ളയല്ല, നിങ്ങളുടേത് അൽ-ഇശ്റാകു ബില്ലയാണ് എന്ന് പറഞ്ഞു. അർ-റാബിഅതു വൽ ഹിക്മതു ഫി ഇർസാലിർ റുസുൽ. നാലാമത്തെ മസ്അല ശൈഖുൽ ഇസ്ലാം ഇസ്തിംബാത്ത് ചെയ്തത് ഹിക്മ ഫി ഇർസാലിർ റുസുൽ, മുർസലീങ്ങളെ അല്ലാഹു ഭൂലോകത്തേക്ക് നിയോഗിച്ചയച്ചതിലുള്ള ഹിക്മത്ത് എന്താണ്? ഭൂലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 315 മുർസലീങ്ങൾ അയച്ചിട്ടുണ്ട്. 1.25 ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കന്മാരെയും അയച്ചിട്ടുണ്ട്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല വലികുല്ലി ഖൗമിൻ ഹാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. ഈ അമ്പിയാക്കന്മാരുടെ എണ്ണമാണ് ഞാൻ പറഞ്ഞത്. 1.25 ലക്ഷത്തോളം നബിമാര് വന്നു പോയിട്ടുണ്ട്. അതിൽ 300 ചില്ലാനം മുർസലീങ്ങൾ, ജമ്മൻ ഗഫീറ, മുർസലീങ്ങളായിട്ട് 300 ചില്ലാനം വന്നു.
ഇവരെയൊക്കെ അള്ളാഹു നിയോഗിച്ചതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്താണ്, ലക്ഷ്യമെന്താണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു. സൂറത്തുൻ നഹ്ലിലുള്ള ആയത്ത്, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം, അള്ളാഹ്ക്ക് പുറമെ ആരാധന ചെയ്യപ്പെടുന്ന താഗൂത്തുകളെ, കള്ളദൈവങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിക്കണം. ഈ തൗഹീദ് തർസീസ് ചെയ്യാൻ വേണ്ടിയാണ്, ഇത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് അമ്പിയാക്കന്മാരെ അള്ളാഹു നിയോഗിച്ചത്. അതിന്റെ മാർഗത്തിലാണ് യുദ്ധം നടന്നത്. ആ വിഷയത്തിലാണ് ജനങ്ങളെ രണ്ടായി വേർപിരിയുന്നത്. ഫരീഖുൻ ഫിൽ ജന്നത്തി വ ഫരീഖുൻ ഫിസ് സഈർ. ഇക്കാര്യത്തിന് വേണ്ടിയാണ് ഖാമത്ത് സൂഖുൽ ജന്നത്തി വ സൂഖുൻ നാർ, സ്വർഗം നരകം എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ നിലവിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുർസലീങ്ങളായ മുഴുവൻ മുർസലീങ്ങളെയും അമ്പിയാക്കളെയും അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത് അത് ഇല്ലാ ലിതഹഖീഖ് ഉബൂദിയ്യത്തില്ലാ ഇല്ലാ ലിതഹഖീഖിൽ ഉലൂഹിയ്യ വൽ ഉബൂദിയ്യ ലില്ലാഹി തബാറക വ തആല. അല്ലാഹ്ക്ക് മാത്രമാണ് നമ്മൾ ഉബൂദിയ്യത്ത് സമർപ്പിക്കേണ്ടത്. നമ്മുടെ ആരാധന, നമ്മുടെ ഉലൂഹിയ്യത്ത് നമ്മൾ കൽപ്പിക്കേണ്ടത് അല്ലാഹുവിന് മാത്രമാണ്. ഈ കാര്യത്തിന് വേണ്ടിയാണ്, ഇതല്ലാതെ മറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടിയല്ല അല്ലാഹു മുർസലീങ്ങളെ നിയോഗിച്ചിട്ടുള്ളത്. അത് സൂറത്തു നഹ്ലിലുള്ള ആയത്തിൽ നിന്നാണ് ഇസ്തിംബാത്ത് ചെയ്തിട്ടുള്ളത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. അൽമസലത്തു ഖാമിസ അന്ന الرسالة അമ്മത്ത് കുല്ല ഉമ്മത്തിൻ. അഞ്ചാമത്തെ മസല, ഈ റിസാല അല്ലാഹു ഇങ്ങനെ ഒരു ദൗത്യവുമായി മാനവരാശിയിലേക്ക് ദൂതന്മാരെ ഈ ദൗത്യവുമായി പറഞ്ഞയച്ചു. അത് എവിടേക്ക് പറഞ്ഞയച്ചു? ഫീ കുല്ലി ഉമ്മ, അമ്മത്ത് കുല്ല ഉമ്മത്തിൻ, എല്ലാ മനുഷ്യ സമൂഹത്തെയും അത് ബാധകമാണ്, വ്യാപകമാണ്. എല്ലാ ഉമ്മത്തിലേക്കും അള്ളാഹുവിന്റെ റിസാലത്തുണ്ടായിട്ടുണ്ട്. അത് ഏതിൽ നിന്നാണ് പിടിക്കുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞ തൊട്ടു മുമ്പ് ഓതിയിട്ടുള്ള ആയത്ത് തന്നെ, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല. അതേ കാര്യം സാധൂകരിക്കുന്ന ആയത്തുകൾ വേറെയുണ്ട്, ഹദീസുകൾ ധാരാളമുണ്ട്. വേറെ രണ്ടായത്ത് നേരത്തെ ഞാൻ ഓതിയിട്ട് തന്നെ. السادسة والمسألة السادسة ആറാമത്തെ മസ്അല അന്ന ദീനൽ അംബിയാഇ വാഹിദ്. അംബിയാക്കന്മാരുടെ ദീൻ അതിന്റെ സാരാംശത്തിൽ ഒന്നു തന്നെയായിരുന്നു. അംബിയാക്കന്മാരുടെ ദീൻ അതിന്റെ ഉസൂലുകളിൽ ഒരേ ദീനാണ് അവർ ദഅവത്ത് നടത്തിയിട്ടുള്ളത്. അതിനുള്ള തെളിവ് ഏതിൽ നിന്നാണ്? മുഅല്ലിഫ് റഹിമഹുല്ലാഹ് ഈ ഫായിദ ഇസ്തിംബാത്ത് ചെയ്തത്, അനിഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അനിഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. എല്ലാ ഉമ്മത്തിലേക്കും അല്ലാഹു മുർസലീങ്ങളെ അയച്ചു. അനിഅ്ബുദുല്ലാഹ, എന്തുമായിട്ട്? ഈ ദീനുമായിട്ട്. ഉഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത് എന്ന ദീനുമായിട്ടാണ് പറഞ്ഞയച്ചത്. അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യുക, നിരന്തരം അവന് മാത്രം ഇബാദത്ത് ചെയ്യുക. അവനല്ലാത്ത മുഴുവൻ വ്യാജ ദൈവങ്ങളെയും കള്ളദൈവങ്ങളെ മുഴുവനും നിങ്ങൾ വെടിയുക. ഈ ദീനുമായിട്ടാണ് പറഞ്ഞയച്ചിട്ടുള്ളത്. ഇതാണ് അമ്പിയാക്കന്മാര് ദഅവത്ത് ചെയ്ത ദീൻ. അതിന്റെ സാരാംശം അതാണ്, അതിന്റെ ഉസൂലുകൾ അതാണ്. അമ്പിയാക്കന്മാരുടെ ദഅവത്ത്, അവർ നടത്തിയ ദഅവത്തിന്റെ അസ്ല് രണ്ടേ രണ്ട് കാര്യമാണ്. ഒന്നാമത്തേത് ഇബാദത്തുല്ലാഹ് വൽ ഹസ്സു അലൈഹി വദഅവത്തുൻ നാസ് ഇലൈഹി വഅംറുഹും ബിദാലിക്. ഇത് ജനങ്ങളെ അതിലേക്ക് വേണ്ടി പ്രേരിപ്പിക്കുക, അതിനു വേണ്ടി കൽപ്പിക്കുക മാത്രമല്ല, വതക്ഫീറു മൻ തറക. ആരാണോ ആ ഇബാദത്തുള്ള എന്നുള്ളത് ഉപേക്ഷിച്ചത്, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നത് ആരുപേക്ഷിച്ചാലും അവൻ കാഫിർ, നന്ദി കെട്ടവൻ. അവനെ സൃഷ്ടിച്ച അവന്റെ ഉടമസ്ഥനായ അവന്റെ റബ്ബും അവന്റെ മാലിക്കും ഖാലിഖും ഇലാഹുമായ അള്ളാഹുവിനോട് നന്ദി കേട് കാണിച്ച കാഫിറാണവൻ. വതക്ഫീറു മൻ തറക വമുആദാതു മൻ ഫഅല. ഈ ശിർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ശത്രുത കാണിക്കുക.
നേരെ മറിച്ച് ഈ തൗഹീദ് ആരാണോ അംഗീകരിക്കുന്നത് അവരോട് മുവാലാത്ത് കാണിക്കുക. ഇതാണ് അമ്പിയാക്കന്മാർ നടത്തിയിട്ടുള്ള തൗഹീദിന്റെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തേത് അശ്ശിർക്ക്, അതിനെക്കുറിച്ചുള്ള തഹ്ദീർ വത്തഗ്ലീമു ഫീഹ്. അത് ശിർക്കിന്റെ കാര്യത്തിൽ വളരെ ഗുരുതരമായ, വളരെ ഗൗരവതരമായിട്ടുള്ള നിലപാടെടുക്കുക. വത്തഗ്ലീമു ഫീഹ് വത്തഹ്ദീറു മിൻ വതക്ഫീറു മൻ ഫഅല. ആ ശിർക്ക് ചെയ്ത ആളുകൾ അവർ കാഫിറാണ് എന്ന് പറയാം. വമുആദാതുഹും, അവരോട് മുആദാത്ത് നടത്തുക. ആ ശിർക്കിനെയും ശിർക്കിന്റെ ആളുകളെയും അവർ ശിർക്ക് വെച്ചിട്ടുള്ള അവരുടെ മഅബൂദാത്തുകളെയും പൂർണ്ണമായി ഇജ്തിനാബ് ചെയ്യുക, വർജിക്കുക. ഇതാണ് അമ്പിയാക്കന്മാരുടെ ദീൻ. ഇതല്ലാതെ വേറെ ഒരു ദീൻ അമ്പിയാക്കന്മാർ നടത്തിയിട്ടുള്ള, അത് സൂറത്ത് നഹലിലെ ഈ ആയത്തിൽ നിന്ന് കിട്ടിയ അഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. പിന്നെ ഇതേ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അമ്പിയാക്കന്മാരുടെ ദഅവത്തിന്റെ ചരിത്രം വിശദീകരിച്ചിട്ടുള്ള കുറെ അധ്യായങ്ങളുണ്ട്. സൂറത്ത് ഹൂദ് പോലെ, സൂറത്തുൽ അംബിയ പോലെ, സൂറത്തു ശുഅറ പോലെ ഈ അധ്യായങ്ങളിലൂടെ നമ്മൾ ആ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ യാ ഖൗമി അഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, ഏതൊരു നബിയും വന്നാൽ അവർക്ക് ജനങ്ങളോട് പറയാനുള്ള ദീൻ ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. ഇതാണ് എല്ലാ അമ്പിയാക്കന്മാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. അതേ കാര്യം തന്നെയാണ്, അതിന്റെ വേറൊരു വാക്ക് മാത്രം. അതുകൊണ്ട് തന്നെ ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീം വമൂസാ വഈസാ അൻ അഖീമുദ്ദീൻ ഈ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ അധ്യായത്തിൽ മുസന്നിഫ് റഹിമഹുല്ലാ കൊണ്ടുവന്ന തെളിവും അതിനു പുറമെ നമ്മൾ സൂചിപ്പിച്ചതുപോലുള്ള നിരവധി ആയത്തുകളും മുന്നിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത് അന്ന ദീനൽ അംബിയാഇ വാഹിദ്. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم أنا أولى الناس بعيسى بن مريم في الدنيا والآخرة والأنبياء إخوة لعلات أمهاتهم شتى ودينهم واحد. أخرجه أبو عبد الله محمد بن إسماعيل ابن إبراهيم ابن بردزبة الجعفي مولاهم البخاري رحمه الله. ഇമാം ബുഖാരി റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അന ഔലൻ നാസി ബിഈസ ബിൻ മറിയം, ഈസ ബിൻ മറിയമിനോട് ഏറ്റവും അഹത്തായിട്ടുള്ളവൻ ഞാനാണ്. ഈസ ബിൻ മറിയമിന്റെ ഏറ്റവും വലിയ അവകാശി, ഈസ ബിൻ മറിയം അലൈഹിസ്സലാമിനോട് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നവൻ ഞാനാണ്. അത് ഫിദ്ദുനിയ വൽ ആഖിറ, ഈ ദുനിയാവിലും നാളെ പരലോകത്തും. വല്ലംബിയാഉ ഇഖ്വ, അമ്പിയാക്കന്മാർ സഹോദരന്മാരാണ്. ലിഅല്ലാത്തിൻ, ഒരു പിതാവിന് വ്യത്യസ്ത ഭാര്യമാരിലുണ്ടായിട്ടുള്ള മക്കളെപ്പോലെ. അല്ലാത്ത് എന്ന് പറഞ്ഞാൽ സഹകളത്രമാർ എന്നാണ്. ഒരാളുടെ വിവിധ ഭാര്യമാർക്കാണ് അല്ലാത്ത് എന്ന് പറയാം. വ്യത്യസ്ത ഭാര്യമാരിലുണ്ടായ മക്കളെപ്പോലെയാണ് ഞങ്ങൾ സഹോദരന്മാരാണ്. ഉമ്മഹാത്തുഹും ശത്ത, ഞങ്ങളുടെ ഉമ്മമാര് വ്യത്യസ്തരാണെങ്കിലും വദീനുഹും വാഹിദ്, അമ്പിയാക്കന്മാരുടെ എല്ലാവരുടെയും ദീൻ ഒന്നു തന്നെയാണ്. അവരുടെ ദീൻ ഒന്നാണ്. അത് അൽഇബ്ദുല്ലാഹ് വജ്തനിബുത് താഗൂത്ത്, ഉഅ്ബുദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതാണ് അവരുടെ ദീൻ. എന്നാൽ ശരീഅത്തിന് വ്യത്യാസം ഉണ്ടാകും, ശിർഅത്തിന് ചെറിയ വ്യത്യാസം ഉണ്ടാകും. ഈ ദീനനുസരിച്ച് അള്ളാഹുവിന് നിർവഹിക്കുന്ന ഇബാദത്തിന്റെ രൂപങ്ങളിലും പാപങ്ങളിലും സമയങ്ങളിലും കോലങ്ങളിലും ഒക്കെ കാലോചിതമായ മാറ്റങ്ങൾ അള്ളാഹു അവന്റെ ഇബാദുകൾക്ക് ചെയ്തു കൊടുക്കുന്ന തഖ്ഫീഫിന്റെ ഭാഗമായി ചെറിയ മാറ്റം വരും. പക്ഷെ ഒക്കെ ഇതന്നെ, ഉഅ്ബുദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു അൻ ഉഅ്ബുദുല്ലാഹ് വജ്തനിബുത് താഗൂത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് തന്നെയാണ്. السابعة المسألة الكبيرة, ഏഴാമത്തത് ഏറ്റവും വലിയ മസ്അല, أن عبادة الله لا تحصل
إلا بالكفر بالطاغوت ففيه معنى قوله فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى. ഇതാണ് ഏറ്റവും വലിയ മസല. ആളുകൾക്ക് അറിയാതെ പോകുന്ന പിശാച് മെല്ലെ മെല്ലെ അതിർത്തി മായ്ച്ചു കളയുന്നത് ഇവിടെ നിന്നാണ് തുടങ്ങുക. പിശാചിന്റെ കളി ഇവിടുന്നാണ് തുടങ്ങുക. അതുകൊണ്ട് ഈ മസല അൽ മസ്അലത്തുൽ കബീറ, ഏറ്റവും മഹത്തായ മസല ഇതാണ്. അന്ന ഇബാദത്തല്ലാഹ്, അള്ളാഹുവിന് ഒരാൾ ഇബാദത്ത് ചെയ്യുന്നു, ഒരാൾ ആബിദുല്ലാഹ്, മുവഹിദുല്ലാഹ്, മുഖ്ലിസുല്ലാഹ് എന്ന് പറയണമെങ്കിൽ ലാ തഹ്സുൽ, അതുണ്ടാവില്ല. ഒരാൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നവനാകുക എന്നത് ഉണ്ടാവില്ല. ഇല്ലാ ബിൽ കുഫ്രി ബിത്താഗൂത്ത്, താഗൂത്തിൽ അവിശ്വസിച്ചുകൊണ്ടല്ലാതെ. താഗൂത്തിൽ അവിശ്വസിക്കാതെ, താഗൂത്തിന്റെ കാര്യത്തിൽ നിലപാടെടുക്കാതെ, താഗൂത്തിനെ തള്ളിപ്പറയാതെ ഒരാൾക്ക് അള്ളാഹുവിന്റെ ആബിദായി, ഒരാൾക്ക് മുവഹിദായി, ഒരാൾക്ക് മുഖ്ലിസായി ജീവിക്കുക സാധ്യമല്ല. എല്ലാരെയും ഒപ്പിക്കുന്ന തംയീഇന്റെ ചില ആളുകളുണ്ട്. സോപ്പിന്റെ മുജാമല ലാ ഹിസാബിദ്ദീൻ, ആ മുജാമലയിൽ നടക്കുന്ന ഒരു കാര്യമല്ല ഇത്. ഇതിൽ വളരെ കൃത്യമാണ്. കാരണം താഗൂത്ത്, അള്ളാഹ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവ, കള്ളദൈവങ്ങൾ, വ്യാജദൈവങ്ങൾ, അവയുടെ കാര്യത്തിൽ കണിശമായ നിലപാട് വേണം. ആ നിലപാട് കുഫ്ർ അൽ കുഫ്ർ ബിത്താഗൂത്ത്, താഗൂത്തുകളെ നിഷേധിക്കണം, അവിശ്വസിക്കണം, തള്ളിപ്പറയണം. പറയാതിരിക്കാതെ വൃത്തിയില്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങുന്നത് തന്നെ താഗൂത്തിനെ തള്ളിപ്പറഞ്ഞിട്ടാണ്. ലാ ഇലാഹ, തൗഹീദ് എന്ന് പറയുന്നത് ഇസ്ബാത്ത് കൊണ്ട് മാത്രം സാധ്യമല്ല. നഫിയും ഇസ്ബാത്തുമില്ലാതെ തൗഹീദ് സാധ്യമേ അല്ല. അള്ളാഹുവിനെ ഏകത്വപ്പെടുത്തുക എന്നത് അള്ളാഹുവിനെ ഞാൻ ഏകത്വപ്പെടുത്തി എന്ന് പറഞ്ഞാൽ തൗഹീദാകുന്നില്ല. അള്ളാഹ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവ, വ്യാജന്മാർ, കള്ളദൈവങ്ങൾ, അവരെ ഞാൻ അവിശ്വസിക്കുന്നു, തള്ളിപ്പറയുന്നു. അത് തള്ളിപ്പറയാതെ അള്ളാഹുവിനുള്ള ഇബാദത്ത് പൂർത്തീകരിക്കില്ല. ലാ ഇലാഹ അൽ കുഫ്റു ബിത്താഗൂത്ത് കൊണ്ടാണ് കലിമത്തു ഷഹാദത്ത് തുടങ്ങുന്നത്. ഒരു ദൈവത്തെയും ഞാൻ അംഗീകരിക്കില്ല, ഞാൻ ഒരു ദൈവത്തെയും അംഗീകരിക്കില്ല. സർവർ തള്ളുന്നു, എല്ലാറ്റിലും ഞാൻ അവിശ്വസിക്കുന്നു, എല്ലാറ്റിനെയും ഞാൻ നിഷേധിക്കുന്നു. എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ദൈവമേ ഇല്ല. മുഴുവൻ ദൈവത്തെയും എന്റെ മനസ്സിൽ നിന്ന് ഇറക്കി വെച്ച് കഴുകിത്തുടച്ച് വൃത്തിയാക്കിയ പരമപരിശുദ്ധമായ ആ ഫിത്രത്തിലുള്ള ഹൃദയത്തിൽ, ആ ഹൃദയത്തിൽ ഞാൻ അംഗീകരിക്കുന്നത് ഇല്ലല്ലാഹ്. അതുകൊണ്ട് ആദ്യം താഗൂത്തിലുണ്ട് അവിശ്വസിക്കും, താഗൂത്തിനെ ചവിട്ടിപ്പുറത്താക്കും, എന്നിട്ട് ആ ഹൃദയത്തെ വിശുദ്ധീകരിക്കും. അതിന്റെ ആദ്യ പരിശുദ്ധിയിലേക്ക്, ഫിത്രത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവാ. ആ ഹൃദയത്തിൽ ന്യായമായും ആരാധിക്കപ്പെടാൻ തരപ്പെട്ട അള്ളാഹുവിനെ മാത്രം ആ ഹൃദയത്തിൽ അംഗീകരിക്കൂ. ഇല്ലല്ലാഹ്, അപ്പോൾ മാത്രമേ നീ മുവഹിദാകുന്നു. ഇതാണ് മസ്അല അൽ മസ്അലത്തുൽ കബീറ. അന്ന ഇബാദത്തുല്ലാഹ് ലാ തഹ്സുലു ഇല്ലാ ബിൽ കുഫ്രി ബിത്താഗൂത്ത്, താഗൂത്തിൽ അവിശ്വസിച്ചുകൊണ്ടല്ലാതെ, താഗൂത്തിനെ നിഷേധിച്ചുകൊണ്ടല്ലാതെ, താഗൂത്തിനെ നിരാകരിച്ചുകൊണ്ടല്ലാതെ ഒരിക്കലും തന്നെ ഇബാദത്തുല്ലാഹ്, തൗഹീദ് എന്ന് പറയുന്നത് അത് തഹ്ഖീഖ് വരുത്തുക സാധ്യമല്ല. ഫഫീഹി മഅനാ ഖൗലിഹി, ഇക്കാര്യത്തിലാണ് അള്ളാഹുവിന്റെ വചനത്തിലുള്ള അർത്ഥം, വചനത്തിന്റെ അർത്ഥം ഇക്കാര്യത്തിലാണ് വന്നിട്ടുള്ളത്. ഫമൻ യക്ഫുർ ബിത്താഗൂത്ത്, ഏതൊരാൾ താഗൂത്തുകളെ അവിശ്വസിക്കുന്നു. താഗൂത്തിന്റെ മഅന അതിന്റെ ആമുൻ ശാമിൽ ജാമിഅ് മാനിഅ് ആയിട്ടുള്ള നിർവചനം ഇബ്നുൽ ഖയ്യിമിന്റേത് നമ്മൾ തന്നു. പിന്നെ ഈ ആയത്തുകളിലൊക്കെ വിശദീകരിക്കുന്നിടത്ത് ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻഹു താഗൂത്തിന് കൊടുത്ത വ്യാഖ്യാനം അതും ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. കുല്ലു മഅ്ബുദ മിൻ ദൂനില്ലാഹ്, അതാണ് ഇമാം മാലിക്കിന്റെ വ്യാഖ്യാനം. അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവ, വ്യാജന്മാർ, കള്ളദൈവങ്ങൾ, ആ കള്ളദൈവങ്ങളെ ആരാണോ അവിശ്വസിക്കുന്നത്, നിരാകരിക്കുന്നത്, നിഷേധിക്കുന്നത്, എന്നിട്ട് വയുമിൻ ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസം സ്ഥാപിക്കുകയും ചെയ്യുന്നത്, ഫഖദ് ഇസ്തംസക്, അവനാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്, ബിൽ ഉർവ, ഒരു കയറ്, അൽ വുസ്ഖ, ഒരിക്കലും പൊട്ടിപ്പോകാത്ത ഏറ്റവും ബലിഷ്ഠമായ ആ കയറ്, ആ പാത്രം മുറുകെ പിടിച്ചത് ഇതു ചെയ്തവൻ മാത്രമാണ്. ഏത് ചെയ്തവൻ? ആദ്യം വേണ്ടത് യക്ഫുർ ബിത്താഗൂത്ത്, ലാ ഇലാഹ എന്ന് പറയണം. ആദ്യം വേണ്ടത് നബിയാണ്. നിരാകരിക്കൂ. സാധാരണ പറയും
അത്തഹ്ലിയത്തു ഖബ്ല അത്തഹ്ലിയ എന്നാണ് പറയാ. അത്തഹ്ലിയത്തു ആദ്യം എന്ത് വേണം? സൈറ്റ് ക്ലിയർ ചെയ്യണം. ഖബ്ല തഹ്ലിയ പിന്നീടാണ് അവിടെ തഹ്ലിയത്തിന്റെ വർക്ക്, തഹ്സീനാത്തുകൾ, ബോഡി പിടിപ്പിക്കുന്ന, ഭംഗി പിടിപ്പിക്കുന്ന മറ്റു വർക്കുകൾ പിന്നെയാണ് ചെയ്തു വരേണ്ടത്. അതുകൊണ്ട് ഹൃദയം തകർന്ന് തരിപ്പണമായി കാട് പിടിച്ചു കിടക്കുന്ന ഹൃദയങ്ങൾ ഉണ്ടാകാം. അവിടെ ഒരുപക്ഷെ ദേവന്മാരും ദേവികളും വരെ ഉണ്ടാകാം. അവിടെ ഏതെങ്കിലും മൃഗങ്ങളോ അല്ലെങ്കിൽ പ്രകൃതി ശക്തികളോ ഉണ്ടാകാം, അല്ലെങ്കിൽ തങ്ങന്മാരും ബീവിമാരും ഉണ്ടാകാം, നീർത്തിവെച്ചവയും അല്ലെങ്കിൽ കിടത്തിവെച്ചവയും ഉണ്ടാകാം. ഇങ്ങനെ കാട് പിടിച്ചു കിടക്കുന്ന ഹൃദയത്തെ ശരിക്ക് ആദ്യം തഹ്ലിയത്ത് നടത്തൂ. ഇല്ല, എന്റെ ഹൃദയത്തെ, എന്നെ പടച്ച, എന്റെ ഹൃദയം പടച്ച, എന്റെ ജീവിതം ഉടമപ്പെടുത്തുന്ന, എന്റെ ഭാഗതയും ഉടമപ്പെടുത്തുന്ന ആ റബ്ബിനെയല്ലാതെ മറ്റ് ഒരു ദൈവത്തെയും ഇല്ല, എല്ലാം ഞാൻ തുടച്ച് വൃത്തിയാക്കിയിരിക്കുന്നു. ഹൃദയത്തെ ഫാക്ടറി സെറ്റിംഗ്സിലേക്ക് കൊണ്ടുവരണം. ഫാക്ടറി സെറ്റിംഗ്സിലേക്ക് അതൊന്ന് കൊണ്ടുവരണം, അഥവാ ഫിത്രത്തിലേക്ക് കൊണ്ടുവരണം. ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇന്നി ഖലഖ്തു ഇബാദി ഹുനഫാ, ഞാൻ എന്റെ അടിയാറുകളെ മുഴുവനും സൃഷ്ടിച്ചിട്ടുള്ളത് ഹുനഫാക്കളായിട്ടാണ്. അള്ളാഹനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതിലേക്ക് വ്യക്തമായ ഒരു ചായ്വോട് കൂടിയാണ് ഞാൻ എന്റെ ഇബാദുകളെ സൃഷ്ടിച്ചത്. ശിർക്കിനെ നിരാകരിക്കാനുള്ള ശക്തവും പ്രബലവുമായ ഒരു പ്രവണതയോടുകൂടി തൗഹീദ് അംഗീകരിക്കാനുള്ള വ്യക്തമായ ഒരു ചായ്വോട് കൂടിയാണ് ഞാൻ എന്റെ ഇബാദുകളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ ഫിത്രത്തിലേക്ക് ഹൃദയത്തെ കൊണ്ടുവന്നിട്ട് ഇല്ലല്ലാ, എനിക്ക് അംഗീകരിക്കാനുള്ളത് ഈ ഹൃദയത്തിന്റെ ഉടമ, എന്റെ ഉടമ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും ഉടമസ്ഥരും നിയന്താവും പരിപാലകരുമായ അല്ലാഹ്, അവനെ മാത്രമേ ഞാൻ അംഗീകരിക്കൂ. വയുമിൻ ബില്ലാഹ്, എന്നിട്ട് ഈമാൻ നടത്തിയിട്ടുണ്ടെങ്കിൽ എന്നത് വളരെ ക്ലിയറാണ്. ഇതാണ് മസല. ഹുർവത്ത് എന്ന് പറഞ്ഞ കയറ്. ഹുർവത്ത് സ്ത്രീലിംഗമായപ്പോൾ ഔസഖ് എന്നുള്ളതിന്റെ മുഅന്നസ് രൂപമാണ് മുസ്ത. ഔസഖ് എന്നുള്ളത് ഇസ്മു തഫ്ളീലാണ്. ഏറ്റവും വസീഖ്, ഏറ്റവും ധനമുള്ള, ഏറ്റവും ബലിഷ്ഠമായ. അപ്പൊ ഒരിക്കലും പൊട്ടാത്ത കയറ്. ആ കയറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹബലുല്ലാഹിൽ മതീൻ, അതേതാണ്? വഹ്യുഹു, അള്ളാന്റെ വഹ്യാണ്. കിതാബ് വസുന്ന, അള്ളാന്റെ ദീനാണ്. അള്ളാന്റെ ദീനിന്, അള്ളാഹ് ഇറക്കിത്തരുന്ന ദീന് അത് വഹിയാണ്. ആ വഹി കിതാബ് വസുന്ന, അതാണ് വിശദമായി പറയുകയാണെങ്കിൽ. അല്ലെങ്കിൽ അത് അള്ളാന്റെ വഹി, ആ വഹിയാണ് ആ ദീന്, അതാണ്. അങ്ങനത്തെ ആളാണ് ഉർവത്തുൽ വുസ്ത മുറുകെ പിടിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ എത്രയോ തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, പക്ഷെ വീണ്ടും അത് ആവർത്തിക്കേണ്ടതുമാണ്. എന്താണത് കാര്യം? ഇനി ഒരാൾ ശിർക്ക് ചെയ്യുന്ന ഒരാളുണ്ടാവും. ശിർക്ക് ചെയ്യുന്ന ഒരാൾ, അയാൾ മുശ്രിക് എന്ന് അയാളെ നമ്മൾ ബ്രാൻഡ് ചെയ്യണമെങ്കിൽ, ഒരു വ്യക്തിയെ ബ്രാൻഡ് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? അത് വേറൊരു കാര്യമാണ്. ശിർക്കും ശിർക്ക് ചെയ്യുന്ന ഒരാളെ മുശ്രിക് എന്ന് പറയലും നമ്മുടെ നാട്ടിൽ അത് വേർതിരിക്കാൻ കഴിവുള്ള ആളുകളില്ല. കാരണം ഇൽമ് പഠിക്കുകയോ ഇൽമ് പഠിപ്പിക്കുകയോ ചെയ്യുന്നില്ല. ഇൽമ് ഇവിടെ എന്താണ്? ഇൽമ് ഇവിടെ ഇൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് പ്രസംഗിക്കാനുള്ള ഒരു വിഷയം മാത്രമാക്കി കൊണ്ടിറക്കാൻ ചെയ്യണം. അഹ്ലുസുന്നത്തി വൽ ജമാഅ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, വഹും അഅലമുൻ നാസി ബിൽ ഹഖ് വഅർഹമുൻ നാസി ബിൽ ഖൽഖ്. ഹഖ്ഖിനെ കുറിച്ച്, അല്ലാഹനെ കുറിച്ച്, അവന്റെ അസ്മാകളെ കുറിച്ച്, അവന്റെ സിഫാത്തുകളെ കുറിച്ച്, അവന്റെ ഹുഖൂഖുകളെ കുറിച്ച്, അവനുമായി ബന്ധപ്പെട്ട അവന്റെ എല്ലാ കാര്യങ്ങളും, അഖ്ബാറുകളെ കുറിച്ച്, ദീനിനെ കുറിച്ച്, അഹ്കാമിനെ കുറിച്ച് ഒക്കെ ഏറ്റവും അധികം അറിയുന്നത് അഹ്ലുസുന്നത്താണ്. അവർക്കത് അറിയുന്നത് കൊണ്ട് തന്നെ അർഹമുൻ നാസി ബിൽ ഖൽഖ്, അവന്റെ രണ്ടാമത്തെ വിശേഷണം അല്ലാഹുവിന്റെ സൃഷ്ടികളോട് ഏറ്റവും റഹ്മത്ത് കാണിക്കുന്നത് അവരായിരിക്കും. വേറെ ഒരു ജനവിഭാഗത്തിൽ നിന്ന് കിട്ടാത്ത റഹ്മത്ത്, കാരുണ്യം അഹ്ലുസുന്നന്റെ ആളുകളിൽ നിന്ന് കിട്ടണം. അപ്പോഴാണ് അഹ്ലുസുന്നത്താവുന്നുള്ളൂ. അഹ്ലുസുന്ന
അവർ അള്ളാന്റെ സൃഷ്ടികളോട് റഹ്മത്ത് കാണിക്കുന്നു എന്നുള്ള അവരുടെ വമിൻ റഹ്മത്തിഹിം ബിൽ ഖൽഖ്, അവർ ഖൽഖിനോട് റഹ്മത്ത് കാണിക്കുന്നതിൽ പെട്ടതാണ് അന്നഹും യുഫർരിഖൂന ബൈനൽ മുഖാലഫ വൽ മുഖാലിഫ്. ശറഇൽ തെറ്റ് പറഞ്ഞിരിക്കുന്ന ഒരു തെറ്റിനെയും ആ തെറ്റ് ചെയ്യുന്ന വ്യക്തിയെയും വകതിരിച്ച് വേർതിരിച്ചവർ കാണുന്നുള്ളത്. ഇത് മനസ്സിലാക്കി പോരേണ്ട ഒരു കാര്യമാണ്. ഇനി ഇത് കഴിഞ്ഞ പിന്നെ വസ്വാസുമായിട്ട് കുറെ ആൾക്കാർ ചോദിക്കാനും പറയാനും പിന്നെ നേർക്കുനേരെ ചോദിക്കാതെ തശ്കീക്ക് ഉണ്ടാക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാനിതൊരു സമയമെടുത്ത് തന്നെ പറയുന്നത്. അഹ്ലുസുന്ന അർഹമുന്നാസി ബിൽ ഖൽഖ്, അഹ്ലുസുന്നയുടെ സ്വഭാവമാണ് പറഞ്ഞത്. ഒന്ന് അഅലമുന്നാസി ബിൽ ഹഖ്, അവർ അഅലമുന്നാസി ബിൽ ഹഖ്, അള്ളാഹിനെ കുറിച്ച് അള്ളാഹിന്റെ കാര്യങ്ങളെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നത് ജനങ്ങളുടെ കൂട്ടത്തിൽ അവരാണ്. അവരുടെ രണ്ടാമത്തെ പ്രത്യേകത വഅർഹമുന്നാസി ബിൽ ഖൽഖ്, അള്ളാഹുവിന്റെ മഖ്ലൂഖുകളോട് ഖൽഖിനോട് ഏറ്റവും അധികം റഹ്മത്ത് കാണിക്കുന്നതും അവരാണ്. അള്ളാഹുവിന്റെ മഖ്ലൂഖുകളോട് റഹ്മത്ത് കാണിക്കുന്ന ആ റഹ്മത്തിൽപ്പെട്ടതാണ് ഒന്ന് യുഫർരിഖൂന ബൈനൽ മുഖാലിഫ്, യുഫർരിഖൂന ബൈനൽ മുഖാലിഫ് വൽ മുഖാലഫ. മുഖാലിഫുണ്ട്, മുഖാലഫ്. ഉദാഹരണമായി മദ്യപിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾക്ക് ഫലാഹ് കിട്ടാൻ വേണ്ടി, സആദത്ത് കിട്ടാൻ വേണ്ടി, ദുനിയാവിലും പരലോകത്തിലും സആദത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ആ മദ്യം വർദ്ധിക്കണമെന്ന് പറഞ്ഞു. ഒരാൾ ആ മദ്യം വർദ്ധിക്കുന്നില്ല, അയാൾ അത് കുടിക്കുകയാണെങ്കിൽ അതൊരു മുഖാലഫയാണ്. മദ്യപിക്കുക എന്നുള്ളത് ഒരു മുഖാലഫയാണ്, അള്ള പറഞ്ഞതിനുള്ള ഒരു എതിര് ചെയ്യലാണ്. അതുകൊണ്ടാണ് ഒരു മുഖാലഫത്തുൻ എന്ന് പറയുന്നത്. ആ കുടിക്കുന്ന ആൾക്ക് ആ കാര്യം ചെയ്യുന്ന ഫാഇലുഹു, അത് ചെയ്യുന്ന ആള് ഇവിടെ ചാരി മദ്യപിക്കുന്നവൻ അയാൾ മുഖാലിഫുമാണ്. കേരളത്തിൽ സാധാരണ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഇതും ചെയ്ത ആളെ ഉടനെ തന്നെ ഇത് എന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്കേണ്ടതാണ്. ശരിയാന്ന് തോന്നും, ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ശരിയാന്ന് തോന്നും. ഇത് വെച്ചാൽ ശരിയാണ്. ഈ ഉദാഹരണം വെച്ചുകൊണ്ട് ചിന്തിക്കുമ്പോ എല്ലാം അങ്ങനെ ശരിയാണ്. മദ്യപിച്ചവൻ മദ്യപാൻ, കള്ളുകുടിയിലത് നടന്നല്ലോ, അതാണ് നാട്യവും മദ്യപിച്ചവൻ. പക്ഷെ അവൻ മദ്യപിച്ചത് എന്തിന്റെ പേരിലാണ്, എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണ്ടേ. അയാൾ ആ കുപ്പി മാറി കുടിച്ചതാണെങ്കിലോ, അല്ലെങ്കിൽ അയാൾ ഇന്നലെ ഇല്ലാതെ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളൂ, അയാൾക്ക് മദ്യത്തെ സംബന്ധിച്ചുള്ള വിധികൾ അയാൾക്ക് എത്തിയിട്ടില്ല എന്ന് വിചാരിക്കുക, എന്നിട്ട് കുടിച്ചതാണെങ്കിലോ ഒറ്റയ്ക്ക് അയാൾക്ക് ഷാരിഖ് എന്ന് പറഞ്ഞിട്ട് ഷാരിഖിന്റെ എല്ലാ വിധിയും, ഷാരിഖിനെ കുറിച്ച് മദ്യപാനിക്ക് പറയുന്ന എല്ലാ ഹുക്കും അയാളുടെ പേരിൽ ചുമത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇരുവരും രണ്ടും തമ്മിൽ അവർ വേർതിരിക്കും. മുഖാലിഫ് വേറെ, മുഖാലഫ വേറെ. അത് അവർ കാണിക്കുന്ന റഹ്മത്തിന്റെ ഭാഗമാണ്. അമ്പിയാക്കന്മാരിൽ നിന്ന് അനന്തരം കിട്ടിയിട്ടുള്ള ആ റഹ്മത്തിന്റെ ഭാഗമാണ്. മുഖാലഫയെ തന്നെ അവർ എന്ത് ചെയ്യും? മുഖാലഫയെ അവർ വേർതിരിക്കും. എങ്ങനെ വേർതിരിക്കും? ഒന്ന്, നഫ്സ് കൊണ്ട്, ഇജ്മാഅ് കൊണ്ട് ഒരു കാര്യം ശിർക്കാണ് എന്ന് സ്ഥിരപ്പെട്ടാൽ ആ കാര്യത്തെക്കുറിച്ച് അവർ ശിർക്കുന്നുണ്ട്. നഫ്സ് കൊണ്ടോ ഇജ്മാഅ് കൊണ്ടോ ഒരു കാര്യം ബിദ്അത്താണ് എന്നാണ് സ്ഥിരപ്പെട്ടിട്ടുള്ളത് എങ്കിൽ അതിന് അവർ ബിദ്അത്ത് എന്നേ പറയുള്ളൂ, ശിർക്ക് പറയാൻ പോകില്ല. അല്ലെങ്കിൽ ബിദ്അത്ത് എന്ന് തന്നെ പറയും. നഫ്സ് കൊണ്ടും ഇജ്മാഅ് കൊണ്ടും ഒരു കാര്യം മഅ്സിയത്താണ്, അത് ഹറാമാണ്, മുഹറമാണ് എന്നാണ് സ്ഥിരപ്പെട്ടത് എങ്കിൽ അവരത് മുഹറം എന്ന് പറയും. മുഹറമിന് ഇനി ബിദ്അത്തിനെ തന്നെ അവരെന്ത് ചെയ്യും? ബിദ്അത്തിനെ തന്നെ അവരെന്ത് ചെയ്യും? ബിദ്അത്തിൽ തന്നെ മുകഫിറ, ഇങ്ങനെ രണ്ടാക്കി ചെയ്യും. മുകഫിറത്ത് എന്ന് പറഞ്ഞാൽ ആ ബിദ്അത്ത് ചെയ്താൽ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന നാസലും നിലവില്ല ആയിട്ടുള്ള ബിദ്അത്തുകളുണ്ട്.
ഇല്ല, അത്രത്തോളം എത്തൂല, ദീനിൽ നിന്ന് പുറത്തു പോകൂല, അമലിയായ വിദ്യാർത്ഥാണ്, അല്ലെങ്കിൽ നയറുക്കപ്പുറം, അതും ഒരു വേർതിരിക്കും. എല്ലാം കൂടെ തെങ്ങിനും ഗൗവനും ഒരു തത്വത്തിൽ കയറുന്ന പരിപാടി അഹിംസുന്നത്തിനില്ല. വേർതിരിക്കുക ചെയ്യും. ശിർക്കിൽ അവർ വേർതിരിക്കും. ശിർക്കിൽ അക്ബറുണ്ട്, അസുബറുണ്ട്. ശിർക്ക് അക്ബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അക്ബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബഹുമില്ല, അത് അതിന് മതത്തിൽ നിന്ന് ഒരാൾ പുറത്താക്കും. ദുനിയാവിൽ അയാളുടെ സ്ഥിതിയാൽ മതത്തിൽ നിന്ന് പുറത്തുപോയി പരലോകത്ത് മുഹല്ലൂസില്ല, നരകത്തിലയാൾ ശാശ്വതമായിരിക്കും. അതാണ് ശിർക്കുൽ അക്ബർ. എന്നാൽ ശിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതത്തിൽ നിന്ന് അയാൾ പുറത്തു പോകില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ആൾ ചെയ്തിരിക്കുന്ന ശിർക്കാണ്, ഗുരുതരമായ തെറ്റാണ്. മുഹദ്ദിസുകൾ പറഞ്ഞത് അതല്ല പുറത്തു കൊടുക്കൂല. ശരിയായ തൗബ കൊണ്ടല്ലാതെ, തൗബല്ലാതെ അയാൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷകൾ അനുഭവിക്കേണ്ടി വേണ്ടി വരും എന്നുള്ളതാണ് മുഹദ്ദിസുകളുടെ പക്ഷം. മറ്റു പാപങ്ങളെ പോലെ അല്ല എന്നുള്ളതാണ്. ഏതാണ്ട് ശിർക്ക് മുഖാലഫയെ അവർ വേർതിരിക്കും. ശിർക്കായും വിദ്യാർത്ഥായും മുഹറമത്തായിട്ടും. ശിർക്കിനെ തന്നെ അവർ വേർതിരിക്കും, അക്ബറായിട്ടും അസുഹറായിട്ടും. അതുപോലെ തന്നെ വിദ്യാർത്ഥിനെ തന്നെ മുക്കപ്പുറത്തും വയറുമുക്കപ്പുറത്തായിട്ട്. മുഹറമാത്തിന്റെ കാര്യം വരികയാണെങ്കിലോ അതിൽ തന്നെ ഫിസ്ക്, വലിയ ഫിസ്കുകള്, കബായിറുകളുണ്ട്. കബായിറുകളല്ലാതെ അതിന് മാറിയുള്ളതായ താഴെയുള്ള കാര്യങ്ങളുണ്ട്. അതും ആയിട്ട് വർത്തിരിക്കും. ഈ കാര്യങ്ങൾ മുഖാലഫയാണ് എന്ന് പറയാൻ എന്ത് മാത്രമേ ആവശ്യമുള്ളൂ? മുഖാലഫയാണ് എന്ന് പറയാൻ വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ആയത്തുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ഹദീസും ഇജ്മാഉം, ഈ തെളിവുകളെ അതിന്റെ ആവശ്യമുള്ളൂ. സ്ഥിരപ്പെട്ടാൽ സ്ഥിരപ്പെട്ടു ആ കാര്യം. എന്നാൽ നെസ് കൊണ്ടോ ഇജ്മാഴ് കൊണ്ടോ ഒരു കാര്യം ശിർക്കാണ്, അക്ബറാണ്, അല്ലെങ്കിൽ അസ്ഗറാണ്, വിദ്യാർത്ഥാണ്, വിദ്യാർത്ഥിന് മുഖപ്പിറത്താണ്, അല്ലെങ്കിൽ മുഖപ്പിറത്താണ്, അല്ലെങ്കിൽ മഹത്തമാപ്പിൽപ്പെട്ടതാണ്, അത് കഥായറാണ്, അല്ലെങ്കിൽ കഥായത്ത് താഴ്ന്നതാണെന്ന് സ്ഥിരപ്പെട്ടാൽ ആ കാര്യം പറയും. അതിൽ യാതൊരു സംശയമല്ല. എന്നാൽ അത് ചെയ്ത ആളെ സംബന്ധിച്ചിടത്തോളം, ആ മുഖാലഫ് ചെയ്ത ആളെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് മുഖാലിഫിന് മുഖാലഫനെ കൂട്ടിയിട്ടും കിട്ടില്ല. മുഖാലിഫിന്റെ കാര്യം അവർ വേറെ വിധത്തിലാണ് പരിഗണിക്കുക. അതവരുടെ റഹ്മത്താണ്. മുഖാലിഫിന് ഈ മുഖാലഫ ചെയ്ത എല്ലാ ഉണ്ടാകാമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, രണ്ട്, സമാനം. അയാളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം അയാളെ മുഖാലഫ ചെയ്തിട്ടുണ്ട്, ബോധപൂർവ്വം ചെയ്തിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെടാൻ. ഉദാഹരണമായി ഷിർക്ക് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഷിർക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഷിർക്ക് എന്ന് പറയുന്ന വസ്തു അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നൊരു അലയും അത് അയാളുടെ മേൽ ശരിക്കും അയാളുടെ തലക്ക് ചേർന്നിരുന്നിട്ടുണ്ട് എന്നതിന്റെ ശുറൂത്തുകളെല്ലാം പൂർത്തീകരിച്ച് കിട്ടണം. മവാനി. രണ്ടാമത്തേത്, അല്ല അയാൾക്ക് ഇങ്ങനെ ഒരു ഒഴിവ് കഴിവുണ്ട് എന്ന് പറയാനുള്ള മവാനയുടെ തടസ്സങ്ങളെല്ലാം തന്നെ നീങ്ങിക്കിട്ടേ വേണം. മവാനയുടെ വേണം, ശുറൂത്തും വേണം. ആ ശുറൂത്തുകൾ അതിന്റെ മവാനുകളിൽ എണ്ണപ്പെടുകയും പറഞ്ഞു വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മാത്രമേ അയാൾ മുഖാലിഫായിട്ട് പരിഗണിക്കൂ. ഉദാഹരണമായിട്ട് പറയാം, ഒരാളുടെ വാഹനം മരുഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടു. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? പറ്റ നിരാശനാണ്. എന്നിട്ട് ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ അല്പസമയം വിശ്രമിച്ചിരിക്കുകയാണ്. ഇനി കുറെ കാലം കഴിഞ്ഞിട്ട്, കുറച്ചു കാലം കഴിഞ്ഞ് വെള്ളം കിട്ടാതെ ഞാനങ്ങനെ ഭക്ഷണവും തീർന്നു പോയി, അവസാനം ഞാനിവിടുന്ന് എങ്ങനെ എത്തിപ്പെടാതെ ഈ മരുഭൂമിയിൽ ആരും കാണാതെ മരിച്ചു തീരേണ്ടി വരും എന്ന നിരാശയിലിരിക്കുമ്പോൾ അയാൾക്ക് ഉറക്കം വന്നു. അങ്ങനെ അയാളൊന്ന് മയങ്ങി. പിന്നെ കുറച്ചു കഴിഞ്ഞ ആളുകൾ ഉണരുന്ന സമയത്ത് അയാളുടെ റാഹിനത്ത് അയാളുടെ വാഹനം അയാളുടെ അടുത്ത് വന്നിട്ടുണ്ട്. ആ വാഹനപ്പുറത്ത് ആൾ വെച്ചിട്ടുള്ള വെള്ളവും അയാളുടെ ഭക്ഷണവും ഒക്കെ അതേമാതിരി തന്നെ ഉണ്ട്. അയാൾ ആ വാഹനത്തിന്റെ മൂക്കയർ പിടിച്ചിട്ട്, ഒട്ടകത്തിന്റെ മൂക്കയർ പിടിച്ചിട്ട് അയാൾ പറയുന്നു, അള്ളാഹുവേ നീ എന്റെ അടിമയാണ്, ഞാൻ നിന്റെ റബ്ബാണ്. ആ വാക്ക് പറഞ്ഞാൽ ആ വാക്ക് കുഫ്റാണ്. അള്ളാഹുവിനെ അബുദാക്കിയും അള്ളാന്റെ റബ്ബായി ഞാൻ അള്ളാന്റെ റബ്ബാണെന്നും പറഞ്ഞാൽ അതിനും വലിയ കുഫറിന്റെ കൗലില്ല. പക്ഷേ
ആ ഒറ്റ വാക്കോടുകൂടി ഇയാൾ മുഖാലിഫാണ് എന്ന് പറഞ്ഞിട്ട് അയാളുടെ മേൽ കുഫർ ആരോപിക്കുമോ? ആരോപിക്കാൻ പാടില്ല. കാരണം അയാളുടെ ഹാലത്ത് എന്നാണ് വരുന്നത്. അയാൾ സന്തോഷത്തിന്റെ അതിരേകം കൊണ്ട് അയാളുടെ ആ ബാലൻസ് പോയിട്ടുണ്ട്, മനസ്സിന്റെ ആ സമനില പോയിട്ടുണ്ട്. ആ സമനില പോയപ്പോ നേരെ തിരിച്ചു പറഞ്ഞതാണ്. ഇതൊരു ഉദാഹരണം. അതേമാതിരി തന്നെ വേറെയും പല കാര്യങ്ങൾ വരാറുണ്ട്, വേറെയും ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ട്. ഇതെല്ലാ ശുറൂത്തുകളും പൂർത്തീകരിക്കുകയും മവാനകൾ തടസ്സങ്ങൾ നീക്കുകയും ചെയ്തിട്ട് അയാൾക്ക് ഖിലാഫില്ലാത്ത തെളിവുകൾ, ദീനിൽ തെളിവ് പിടിക്കുന്ന തെളിവുകൾ പലതാണ്. ഒന്ന് മുസ്തഫത്തുൻ അലൈഹ, എല്ലാവരും അംഗീകരിക്കുന്ന തെളിവ് മുസ്തഫത്തുൻ അലൈഹ. മറ്റൊന്ന് മുഖ്തലഫുൻ ഫീഹ, എന്നാൽ അഭിപ്രായ വ്യത്യാസമുള്ള തെളിവ്. മുസ്തഫത്തുൻ അലൈഹ ആയ തെളിവ്, ആ തെളിവുകൾ കൊണ്ട് അയാളെ കാര്യം ബോധ്യപ്പെടുത്തിയിട്ട് അയാൾ പിന്നെയും വിസമ്മതിക്കുകയും അയാൾ മത്സരബുദ്ധിയോട് കൂടി ആ സത്യത്തെ നിഷേധിക്കുകയും ചെയ്യുകയാണെങ്കിൽ അപ്പോഴാണ് അയാളെ കുറിച്ച് ഈ മുഹാരിഫ് എന്നുള്ള വിദ്യ അയാൾക്ക് വരുള്ളൂ. അല്ലാതെ ഒറ്റയടിക്ക് പണി ചെയ്തത് കണ്ട ഓ മുശ്രിക്, ഇനി അയാളെ തുടരരുത് എന്ന് പറഞ്ഞു പോകും. ഇതിൽ എന്റെ കൈവശിരിക്കുന്ന കാര്യം ഇത് അല്ലാമ ഇബ്നു ഉസൈമീനിന്റെ ശർഹാണ്. ഇതിൽ അദ്ദേഹം പറഞ്ഞ വാചകം ഇവിടെയല്ല വായിക്കേണ്ട ഇപ്പുറത്താണ്. ഫദുആഉൽ ഖബ്രി ശിർക്കുൻ. തൊട്ടടുത്ത പേജിൽ നോക്കുക, 52ാമത്തെ പേജിൽ, ഈ ബുക്ക് കയ്യിലുള്ളവര് 52ാമത്തെ പേജിൽ ആദ്യത്തെ പാരഗ്രാഫ് തുടങ്ങുന്ന കഴിഞ്ഞ് രണ്ടാമത്തെ ഫദുആഉൽ ഖബ്രി ശിർക്കുൻ. ഖബറിലുള്ള ഒരാൾക്ക് ദുആ ചെയ്യുന്നത്, ഖബറാളിയോട് ദുആ ചെയ്യുക എന്നത് ശിർക്കാണ്. അത് മുഹാലഫയാണ്. അത് ശിർക്കാന്ന് പറയാൻ നമുക്കൊന്നും ആവശ്യമില്ല. എന്ത് മാത്രമേ ആവശ്യമുള്ളൂ? ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ ഉള്ള ഒരു നസ്സ് അല്ലെങ്കിൽ ഒരു ഇജ്മാഅ് അത് ആ വിഷയത്തിലുണ്ട്. ഹഖ്ഖുൻ വസാബിത്, ആർക്കും നിഷേധിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് മുഹാലഫ അവർ സ്ഥിരപ്പെടുത്തി. ലാകിൻ ലാ യുംകിനു അൻ നഖൂല ലിശഖ്സിൻ മുഅയ്യനിൻ ഫഅലഹു. പക്ഷേ ആ പ്രവൃത്തി ചെയ്ത ഒരു നിശ്ചിത വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റില്ല ഹാദാ മുശ്രിക്, ഇയാൾ മുശ്രിക്കാണ്, പറയാൻ പറ്റില്ല. ആ വാചകം ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിലും ആണെങ്കിൽ ഇതിൽ തന്നെ നോക്കിക്കളി. കാരണം ഇതിൽ വസ്വാസാകുന്ന കുറെ ആൾക്കാരുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അത് എന്താണ് ഞാനീ പറഞ്ഞിട്ടുള്ള ഇതേ കാര്യം തന്നെയാണ് ഞാൻ ആവർത്തിക്കണം. ലാ യജൂസു ഇസ്ലാത്തു ശിർക്കി അവൽ കുഫ്രി അവൽ ലഅനി അലാ മൻ ഫഅല ശൈഅൻ മിൻ ദാലിക്. ശിർക്ക്, കുഫ്ർ, ലഅനത്ത് എന്നുള്ളത് അത്തരം പ്രവർത്തനങ്ങൾ ചെയ്ത ഒരാളെ കുറിച്ച് നേരെ ചേർക്കാൻ പറയാൻ പാടില്ല. കാരണം അത് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഹുക്മ് പറയണമെങ്കിൽ അതിന് അസ്ബാബുകളും മവാനികളും ഉണ്ട്. ശുറൂത്തുകൾ പൂർത്തിയാകണം, മവാനികൾ ഇല്ലാതാകണം. അത് രണ്ടുണ്ട്. ഏതുപോലെ ഫലാ നഖൂലു ലിമൻ അകല റിബ മൽഊൻ, പലിശ ഭക്ഷിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ മൽഊൻ നമുക്ക് വിളിക്കാൻ പറ്റൂല. ലിഅന്നഹു ഖദ് യൂജദു മാനി'. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ പലിശ ഭക്ഷിച്ച ആൾക്ക് വേറെന്തെങ്കിലും മവാനികൾ, തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടാകും. യംനഉ മിൻ ഹുലൂലിൽ ലഅനത്തി അലൈഹി, അയാളുടെ മേൽ അല്ലാഹുവിന്റെ ലഅനത്ത് ഇറങ്ങുന്നതിൽ നിന്ന് തടസ്സമായ എന്തെങ്കിലും സാധ്യത അയാൾക്കുണ്ടെങ്കിലോ നമുക്കതറിയില്ല. കൽ ജഹ്ലി മസലൻ, ഏതുപോലെ അയാൾക്ക് അതിന്റെ വിധി അറിയില്ല പോലുള്ള ജഹ്ല് പോലുള്ള കാരണമാകാം. അവിശുഭ അല്ലെങ്കിൽ സംശയമാകാം. വമാ അസ്ബഹ ദാലിക, അല്ലെങ്കിൽ അതിന് സമാനമായ കാരണങ്ങളാകാം. വകദാ ശിർക്ക്, അതുപോലെ തന്നെയാണ് ശിർക്ക്. ലാ നത്ലിഖുഹു അലാ മൻ ഫഅല ശിർക്കൻ, ശിർക്ക് ചെയ്ത ഒരാളെ ആ പ്രവൃത്തി ശിർക്കാണ് എന്നല്ലാതെ അയാൾ മുശ്രിക് എന്ന് പറയില്ല. ഫഖദ് തകൂനു ഹുജ്ജത്തു മാ ഖാമത്ത് അലൈഹി, ചിലപ്പോൾ അയാൾക്ക് ആ വിഷയത്തിലുള്ള ഹുജ്ജത്ത് ഉണ്ടായിട്ടില്ല, തെളിവ് കിട്ടിയിട്ടില്ല. ബിസബബി തഫരീഖ് ഉലമാഇഹിം, അവിടുത്തെ ഉലമാക്കളുടെ വീഴ്ച കാരണത്താൽ ഉലമാക്കൾ അയാൾക്ക് ആ കാര്യം കൃത്യമായി എത്തിച്ചു കൊടുത്തിട്ടില്ല. വഖദാ നഖൂൽ, അതുപോലെ നമ്മൾ പറയും മൻ സാമ റമളാന ഈമാനൻ വഹിസാബൻ ഉസ്റ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ഒരാൾ റമളാൻ മാസം പൂർണ്ണമായി നോമ്പ് നോറ്റു ഈമാനോടും ഇഹ്തിസാബോടും കൂടി, എങ്കിൽ അയാളുടെ മുഴുവൻ പാപങ്ങളും പുറത്തു കിട്ടുമെന്ന്. വലാകിൻ ലാ നഹ്കുമു ബിഹാദാ ലിശഖ്സിൻ മുഅയ്യൻ, പക്ഷെ അത് വിചാരിച്ചിട്ട് നോമ്പ് നോറ്റ ഒരാൾ ഇയാളുടെ പാപങ്ങൾ മുഴുവൻ അല്ലാഹ് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റാത്തതുപോലെ ഈ ഇന്നൽ ഹുക്മൽ മുഅല്ലഖ അലൽ ഔസാഫ് ലാ യന്തബിഖു അലൽ അശ്ഖാസ്, കാരണം ഓരോ പ്രവൃത്തിയിന്മേൽ അല്ലാഹ് ബന്ധിപ്പിച്ചിരിക്കുന്ന ഹുക്മുകൾ, വിധികൾ, അത് വ്യക്തികളിൽ അത് ബാധകമാവില്ല. ഇല്ലാ ബിതഹഖഖ് ശുറൂത്ത് ഇന്തിബാഖിഹി, ആ കാര്യം
കാര്യം അയാൾക്ക് ശരിക്കും അയാൾക്ക് അത് ബാധകമാക്കുകയും അതിനുള്ള തടസ്സങ്ങൾ അയാളിൽ നിന്ന് നീങ്ങിപ്പോവുകയും ചെയ്യുന്ന തവക്കുറുഷുറൂത്തും ഇന്തിഫാഉൽ മവാനിഉം ഉള്ളപ്പോൾ മാത്രമേ ഒരാളിലേക്ക് ആ വിധി വന്നു ചേരുകയുള്ളൂ. ഉദാഹരണമായി ഒരു വ്യക്തിയെ നമ്മൾ കണ്ടു, അയാൾ വഴിയിൽ മലമൂത്ര വിസർജനം ചെയ്യുന്നു. ആ കണ്ടോടനെ തന്നെ ലഅനക്കല്ലാഹ് അയാളോട് പറയാൻ പറ്റുമോ? വഴിയിൽ പൊതുവഴിയിൽ മലമൂത്ര വിസർജനം ചെയ്യുന്നവൻ മൽഊനാണ് എന്ന് ഹദീസിലുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവഴിയിൽ ഒരാൾ മൂത്രഴിക്കുകയോ അല്ലെങ്കിൽ കാഷ്ടിക്കുകയോ ചെയ്യുന്നത് കണ്ടാൽ മൽഊൻ എന്നയാളെ വിളിക്കാമോ? അൽ ജവാബുല ഇല്ല എന്നുള്ളതാണ് ഉത്തരം. ഇല്ല ഇല ഉരീദ ബില്ലാഹി ഫീ ഖൗലിഹി ഇത്തഖുൽ മലാഇൻ ഏതല്ലാതെ മലായികൾ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുന്ന ആ വാക്കല്ലാതെ. കാരണം മലമൂത്ര വിസർജനം എല്ലാവർക്കും ശല്യമുണ്ടാക്കുന്നിടത്ത് പൊതുവഴിയിൽ വെച്ചാൽ ജനങ്ങൾ അവനെ ശപിക്കും. അതല്ലാതെ മുസ്ലിമീൻ അയാൾ അതും പാലിക്കാത്തവനും ജനങ്ങളെ മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുന്നവനുമായി കാണുന്നു. ഫഹാദാശയുണ്ടാഹർ അതല്ലാതെ അള്ളാന്റെ ലാനത്ത് നിനക്ക് വന്നു ചേർന്നിരിക്കുന്നു അന്ത മൽഊൻ എന്നയാളെ കുറിച്ച് പറയാൻ പാടില്ല. കാരണം ആ വസുഫ് അയാൾക്ക് മുൻതബിഖത്തായനോ അയാളെ സംബന്ധിച്ചിടത്തോളം അത് 100% ഒത്തുവന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അതുപോലെ തന്നെയാണ് ഖബറിനോട് ദുആ ചെയ്യുന്നത് ശിർക്കാണ്. അത് മുഖാലഫയാണ്. മുഖാലഫയുടെ കാര്യത്തിൽ നസ്സു ഇജ്മാ ഉണ്ടെങ്കിൽ അതിന്റെ ഹുക്മ നമുക്ക് പറയാം. ലാകിൻ ലാ യുംകിനു അൻ നഖൂല ലി ശഖ്സിൻ മുഅയ്യനിൻ ഫഅലഹു. പക്ഷേ ഖബറിലുള്ള ഒരാളോട് ദുആ ചെയ്ത ഒരു വ്യക്തിയെ നിർണയിച്ച് ആ വ്യക്തിയെ കുറിച്ച് ഹാദാ മുശ്രിക് ഇയാൾ മുശ്രിക്കാണ് കേട്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഹത്താ നഅരിഫ ഖിയാമൽ ഹുജ്ജത്തി അലൈഹി നമുക്കറിയണം അയാൾക്ക് ഹുജ്ജത്ത് നിലനിന്നിട്ടുണ്ടോ അയാൾക്കെതിരിൽ. ഖബറിലുള്ള ഒരാളോട് ദുആ ചെയ്യുന്നത് ശിർക്കാണ്, ദീനിൽ നിന്ന് പുറത്തു പോകുന്നതാണ്, പരലോകത്ത് നരകത്തിൽ ശാശ്വതമാക്കുന്ന തെറ്റാണ്, അല്ലാഹു പൊറുക്കാത്ത കാര്യമാണ് എന്നത് തർക്കം തീർന്ന തെളിവ് കൊണ്ട്, മുത്തഫഖുൻ അലൈഹയായ തെളിവ് കൊണ്ട് അയാളുടെ മുമ്പാകെ വിശദീകരിച്ച് അയാൾക്കത് ഹുജ്ജത്ത് തഹ്സീസ് ചെയ്തോ എന്ന് നമുക്കറിയില്ല. ഔ നഖൂല ഹാദാ മുശ്രിക് ബിഇഅ്തിബാരി ളാഹിരി ഹാലി അല്ലെങ്കിൽ അയാളുടെ ളാഹിർ നോക്കിയിട്ട് അയാൾ മുശ്രിക് എന്ന് നമ്മൾ പറയാൻ പാടില്ലാത്തതാണ്. അത് പറയാൻ നമുക്ക് ഒരിക്കലും പാടില്ലാത്ത സംഗതിയാണ്. അതിന് മുഖാലിഫിന്റെ കാര്യത്തിൽ വിധിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് യുൻളർ ആ വിഷയത്തിൽ നോക്കണം, തഫ്സീലുകൾ നോക്കണം, എല്ലാ ഷർത്തുകളും അയാൾ ശിർക്ക് ശരിയായ രൂപത്തിൽ ശിർക്ക് തന്നെയാണ് ചെയ്തത് എന്നതിനുള്ള എല്ലാ ഷർത്തുകളും പൂർത്തീകരിച്ചോ, അതിൽ നിന്ന് തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും മവാനവകളുണ്ടോ അതോ മവാനവകൾ തടസ്സങ്ങളെല്ലാം നീങ്ങിയോ, അയാൾക്ക് മുത്തഫഖുൻ അലൈഹിയായ തെളിവ് കൊണ്ട് അയാൾക്ക് ഹുജ്ജത്ത് സ്ഥാപിച്ചു കൊടുത്തുവോ, എന്നിട്ട് അയാൾ അംഗീകരിക്കാതെ വീണ്ടും വിസമ്മതിക്കുകയാണോ, അത് നോക്കാൻ അർഹപ്പെട്ടിട്ടുള്ള അഹ്ലുൽ ഇൽം അത് നോക്കിയിട്ട് അയാൾക്ക് എല്ലാ കാര്യം ഓക്കെ ആണെങ്കിൽ മാത്രമേ യഹ്കമു അലൈഹി അയാൾക്കെതിരിൽ ഹുക്മ് പറയാൻ പാടുള്ളൂ. അത് പറയേണ്ടത് ഒരു സാധാരണക്കാരനല്ല, അതിനുള്ള അഹ്ലിയത്തുള്ള ഉലമാക്കളാണ്, അല്ലെങ്കിൽ ഹുക്കാമുകളാണ്, അല്ലെങ്കിൽ ഖുലാത്തുകളാണ് ആ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇത് നമ്മൾ മനസ്സിലാക്കി തന്നെ പറ്റുള്ളൂ. അതുകൊണ്ട് മുഖാലഫ വേറെയാണ്, മുഖാലിഫ് വേറെയാണ്. ഇവിടെ രണ്ടും കൂടി കൂട്ടിയിട്ട് ഒരൊറ്റപ്പെടുത്താണ് മുഖാലിഫിന് മുഖാലഫൻ. തെങ്ങിനും കവുങ്ങിനും ഒരൊറ്റ തളപ്പാണ്. അത് വെച്ച് കയറുമ്പോണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ മുഖാലഫകളെ കുറിച്ചാണ്. ഇത് ചെയ്യുന്നൊരു വ്യക്തി യുൻളറു ഫീ അംരിഹി ആരാ നോക്കേണ്ടത്? നോക്കാൻ അവകാശപ്പെട്ട അഹ്ലുൻ നദർ നോക്കാവുന്ന ആളുകൾ നോക്കണം. എന്നിട്ട് ഹൽ യൻതബിഖു അലൈഹി ഹാദൽ വസുഫ് ശിർക്ക് എന്നുള്ള വസുഫ് അയാളിൽ ശരിക്കും ചേരുമോ? ശിർക്കാകണമെങ്കിൽ പറഞ്ഞിട്ടുള്ള എല്ലാ വസ്തുക്കളും അയാളിൽ ചേരുമോ? തവഫറത്ത് ഫീഹി ശുറൂത്ത് നിബന്ധനകൾ പൂർത്തിയായിട്ടുണ്ടോ? വൻതഫത്തിൽ മവാനി തടസ്സങ്ങൾ നീങ്ങിക്കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അയാൾക്ക് മുത്തഫഖുൻ അലൈഹിയായ തെളിവ് കൊണ്ട് ഹുജ്ജത്ത് തഹ്സീസ് ചെയ്തു കൊടുക്കണം, തെളിവ് അയാളുടെ മുന്നിൽ വെക്കണം. ഫഇൻ അബാ എന്നിട്ടും അയാൾ വിസമ്മതിച്ചാൽ യുഹ്കമു അലൈഹി അഹ്ലുൽ ഹുക്ം ഹുക്ം പറയാവുന്ന ആളുകൾ അയാൾക്കെതിരിൽ മുശ്രിക് എന്ന് വിധിക്കേണ്ടത്. അല്ലാതെ എല്ലാവരും എടുത്തിട്ട് മുശ്രിക് എന്ന് പറയാൻ തുടങ്ങിയാൽ അത് മസ്അല തക്ഫീരിയത്താണ്. ഇല്ലാ ഹാറ അലാ അഹദിഹിമ إلا حار على أحده. الثامنة المسألة الثامنة آرامة مسألة أن الطاغوت عام في كل ما عبد من دون الله. طاغوت എന്ന് പറയുന്നത് ആമാണ്. في كل ما عبد من دون الله
അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എല്ലാറ്റിനും പറയപ്പെടുന്ന പേരാണ് താഗൂത്ത്. ആ കാര്യം നമ്മൾ പറഞ്ഞു. ഈ അർത്ഥത്തിലാണ് ഖുർആനിൽ താഗൂത്ത് പല സ്ഥലങ്ങളിലും പ്രയോഗിച്ചിട്ടുള്ളത്. തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞ ബഖറയിലുള്ള 256-ാമത്തെ ആയത്ത് വമൻ യക്ഫുർ ബിത്താഗൂത്ത് എന്ന് പറഞ്ഞെടുത്ത്. അതുപോലെ അഅ്ബുദുല്ലാഹ വജ്തനിബു താഗൂത്ത് കിതാബിന്റെ അസ്ലിൽ മത്നിൽ മുഅല്ലിഫ് കൊണ്ടുവന്ന ആയത്ത് നഹ്ലിലെ ആയത്തിൽ താഗൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പറഞ്ഞ താഗൂത്തിന്റെ വ്യാഖ്യാനം കമാ ഫസ്സറഹു ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ് കുല്ലു മാ ഉബിദ മിൻ ദൂനില്ലാഹ്. അള്ളാഹു പുറമെ ആരാധിക്കപ്പെടുന്നതിനാണ് താഗൂത്ത് എന്ന് പറയാം. അത്താസിയാത്ത് 9-ാമത്തെ മസ്അല ഉളമു ശഅനി സലാസിൽ ആയാത്തി അൽ മുഹ്കമാത്തി ഫീ സൂറത്തിൽ അൻആം عند السلف وفيها 10 مسائل اولها النهي عن الشرك. സൂറത്തുൽ അൻആമിലുള്ള 3 ആയത്തുകൾ 151, 152, 153 ആയത്തുകൾ വസിയ്യത്തിന്റെ ആയത്ത്. ആ ആയത്തുകളെ അതിന്റെ ഉളം, അതിന്റെ മഹത്വം സൂറത്തുൽ അൻആമിലുള്ള മുഹക്കമത്തായ 3 ആയത്തുകളുടെ മഹത്വം ആരുടെ അടുക്കൽ? സലഫുകളുടെ അടുക്കൽ, സഹാബത്തിന്റെ അടുക്കൽ എന്ത് മഹത്വമാണ് അവരതിന് കൽപ്പിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തേതിൽ 5-ഉം 152-ൽ 4-ഉം 153-ൽ 1-ഉം ഇങ്ങനെ 10 കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. വഫീഹാ 10 മസായിൽ. അതന്ന് നമ്മൾ എണ്ണിയിട്ടുള്ളതാണ്. ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്കത് നോക്കാവുന്ന കാര്യമാണ്. ഏതാണ് ആ 10 കാര്യങ്ങൾ? ഒന്ന് നോക്കൂ. 1, അല്ലാ തുശ്രികൂ ബിഹി ഷൈഅ, അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. 2, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. 3, കുട്ടികളെ കൊല്ലരുത്. 4, ഫവാഹിഷുകൾ മാ വഹറ മിൻഹാ വമാ ബത്തൻ, രണ്ടിനെയും സമീപിക്കരുത്. വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, മനുഷ്യഹത്യ നടത്തരുത്. ഈ 5 കാര്യങ്ങൾ 151-ാമത്തെ ആയത്തിൽ 5 വസന വന്നു. 152-ാമത്തെ ആയത്തിൽ ഇനി 4 വരുന്നു. വലാ തഖറബൂ മാലൽ യതീം, യതീമിന്റെ ധനത്തെ നല്ല കാര്യത്തിന് വേണ്ടിയല്ലാതെ സമീപിക്കരുത്. ഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത്, അളത്തവും തൂക്കവും പൂർത്തീകരിച്ചു കൊടുക്കണം. 3-ാമത്തേത് വൈദാ ഖുൽതും ഫഅദിലു, വാക്കുകളിൽ നിങ്ങൾ അദ്ൽ കാണിക്കണം. വലൗ കാന ദാ ഖുർബ. അതുപോലെ 4-ാമത്തേത് വബിഅഹദില്ലാഹി ഔഫു, അല്ലാഹു നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉടമ്പടികൾ നിങ്ങൾ പൂർത്തീകരിക്കണം. 4 ആയി. 5 4 9 ആയി. 10-ാമത്തേത് അടുത്ത ആയത്തില് വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉ സുബുൽ, അല്ലാഹുവിന്റെ വഴി, ഋജുവായ വഴി, ഏകമായ വഴി, ആ നേർവഴി മാത്രം നിങ്ങൾ പിന്തുടരണം. അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വളഞ്ഞും പുളഞ്ഞും ചെരിഞ്ഞും ചായ്ഞ്ഞും പോകുന്ന വക്രമായ വഴികൾ, പിശാചിന്റെ പാതകൾ, അത് നിങ്ങൾ പിന്തുടരരുത് എന്ന് പറഞ്ഞതും. ഇങ്ങനെ 10 മസ്അല. ഈ ആയത്തിന് സലഫ് സ്വാലിഹീങ്ങൾ, സ്വഹാബത്ത് കൽപ്പിച്ചിട്ടുള്ള വില ഇബ്നു മസ്ഊദിന്റെ വാക്കിൽ നിന്ന് നമ്മൾ കേട്ടതാണ്. من أراد أن ينظر إلى وصية محمد التي عليها خاتم എന്ന് പറഞ്ഞിട്ടാണ്. അത് പറയാനുണ്ടായ സാഹചര്യം ഞാൻ വിശദീകരിച്ചു. എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ കത്ത് ഒരു കടലാസും ഇതും കൊടുക്കാത്തതാണ്. ഇന്ന റസിയ്യത കുല്ല റസിയ്യ മഹാല ബൈന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബൈന കിതാബത്തി, എഴുതാൻ അവസരം കൊടുക്കാത്തതാണ് ഏറ്റവും വലിയ റസിയ്യത്ത് എന്ന് ഇബ്നു അബ്ബാസ് പരിതപിക്കുകയും അതേ സന്ദർഭത്തിൽ ഉമർ ഇബ്നു ഖത്താബ് നമ്മുടെ അടുക്കൽ അല്ലാഹുവിന്റെ കിതാബുണ്ടല്ലോ, റസൂലുള്ളാഹിക്ക് രോഗം അങ്ങേയറ്റത്തോളം മൂർച്ഛിച്ച സന്ദർഭത്തിൽ നമ്മൾ പ്രയാസപ്പെടുത്തരുത് എന്നും പറഞ്ഞ അഭിപ്രായ വ്യത്യാസമായി. ആ സന്ദർഭത്തിലാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറയുന്നത്. അതും ഉമർ ഖത്താബ് പറഞ്ഞിട്ടുള്ള വാക്കിനെ ഒന്നും കൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് റസൂലുള്ളാഹ് ഒപ്പുവെച്ച് സീല് വെച്ച് തന്ന വസിയത്ത്, എഴുതി തന്ന വസിയത്ത് വേണോ? സൂറത്തുൽ അൻആമിലെ ഈ ആയത്ത് നോക്കിക്കളി. ആ ആയത്തിൽ എല്ലാം ഇതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്ത മസ്അല മസായിൽ വഫീഹാ 10 മസായിൽ. അതിൽ 10 മസ്അലുണ്ട്. അവ്വലുഹാ അന്നഹ്യു അനി ശിർക്ക്, അത് 1-ാമത്തേത് അതാണല്ലോ, ശിർക്കിൽ നിരക്കുന്ന കാര്യമാണ്. ഖുൽ തആലു അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ഷൈഅ, ശിർക്കിനെ വിലക്കിക്കൊണ്ടാണ് ആ 10 മസ്അലകൾ 1-ാമത്തേത് തുടങ്ങിയത് തന്നെ. അൽ ആശിറത്തു, അടുത്തത് അൽ ആയാത്തുൽ മുഹക്കമാതു ഫീ സൂറത്തുൽ ഇസ്രാ. സൂറത്തുൽ ഇസ്രായിലുള്ള പ്രബലമായ വചനങ്ങൾ, ആ വചനത്തിന്റെ തുടക്കം മാത്രമാണ് മുസന്നിഫ് റഹിമഹുല്ലാഹ് കിതാബിന്റെ മത്നിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനെ തുടർന്നുകൊണ്ട് വേറെയും കാര്യങ്ങൾ തുടർന്നു വരുന്നു. വഫീഹാ 18 മസ്അലതൻ, വഫീഹാ 18
മസ്അലതൻ. സൂറത്തുൽ ഇസ്രായിലുള്ള ആ വചനങ്ങളിൽ 18 മസ്അലകൾ ഉണ്ട്. 18 മസ്അല ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കുകയാണെങ്കിൽ അത് കാണും. എവിടെയാണ് കാണുന്നത്? لا تجعل مع الله إلها آخر فتقعد مذموما مخذولا. 22-ാമത്തെ ആയത്ത് അവിടുന്ന് തുടങ്ങുകയാണ്. പിന്നെ വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദക الكبر അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ എന്ന് തുടങ്ങുന്ന ഈ ആയത്ത്. എന്നിട്ട് അതിൽ വരുന്നത് മുഴുവനും ഇതുപോലുള്ള വസിയ്യത്തുകളാണ്. അതിൽ 18 മസലകളിൽ ബദഅഹല്ലാഹ്, ആ 18 മസലകളുള്ള അള്ളാഹുവിന്റെ ആ നസീഹത്തുകൾ, അള്ളാഹുവിന്റെ ആ വസിയ്യത്തുകൾ അള്ളാഹ് തുടങ്ങിയത് ബിഖൗലിഹി ലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖർ. അള്ളാഹുവിന്റെ കൂടെ മറ്റൊരു ഇലാഹിനെ, മറ്റൊരു ആരാധ്യനെ നീ നിശ്ചയിച്ചു പോകരുത്. ഫതഖഉദ മദ്മൂമൻ മഖ്ദൂല. അങ്ങനെ നീ ചെയ്തു കഴിഞ്ഞാൽ നീ ഇരുന്നു പോകും, നീ തകർന്നു പോകും. മദ്മൂമൻ ആക്ഷേപാർഹനായിക്കൊണ്ട്, മഖ്ദൂലൻ അള്ളാന്റെ ഒരു തൗഫീഖും അള്ളാന്റെ ഒരു സഹായവും കിട്ടാതെ കൈയൊഴിക്കപ്പെട്ടവനായിട്ട് നീ തകർന്നിരുന്നു പോകും, നീ നശിച്ചു പോകും. ഇവിടെ തുടങ്ങുന്നത് സൂറത്തുൽ ഇസ്രായിലെ വചനങ്ങൾ തുടങ്ങുന്നത് ശിർക്കിനെ വിലക്കിക്കൊണ്ട് നിഷേധിച്ചുകൊണ്ടാണ്. വഹതമഹ, അങ്ങനെ ആയത്തുകൾ അങ്ങ് അവസാനം പോയിട്ട് അവസാനം ദാലിക മിമ്മാ ഔഹാ ഇലൈക റബ്ബുക മിനൽ ഹിക്മ, ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രയും അള്ളാന്റെ വഹയാണ്. അള്ളാഹ് അവന്റെ ഹിക്മത്തിൽ നിന്ന്, അവന്റെ ജ്ഞാനത്തിൽ നിന്ന് വഹയിലൂടെ, ജിബ്രീൽ മുഖേന വഹയിലൂടെ നബിയെ താങ്കൾക്ക് നൽകി താങ്കൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള അള്ളാന്റെ ഹിക്മത്തായിട്ടുള്ള വഹയാണിത്. അതിനാൽ വലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖർ, അവസാനിപ്പിക്കുന്നതും ഇത് പറഞ്ഞു തന്നെയാണ്. അള്ളാഹുവിന്റെ കൂടെ ഒരു ഇലാഹിനെയും ഒരു ദൈവത്തെയും നിങ്ങൾ സ്വീകരിച്ചു പോകരുത്. അങ്ങനെ നിങ്ങൾ അള്ളാഹ്ക്ക് പുറമെ മറ്റൊരു ദൈവത്തെ സ്വീകരിച്ചാൽ, മറ്റൊരു ആരാധന സ്വീകരിച്ചാൽ ഫതുൽഖാ ഫീ ജഹന്നം, നരകത്തിൽ നീ കൊണ്ടുപോയി എറിയപ്പെടും. മലൂമൻ മദ്ഹൂറ, ആക്ഷേപാർഹനായിട്ട്, അമ്പപരാജയപ്പെട്ടവനായിട്ട്. വലബ്തഹനല്ലാഹു സുബ്ഹാന, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തി അലാ അഅ്ളമി ശഅനി ഹാദിഹിൽ മസായിൽ, സൂറത്തുൽ ഇസ്രായിൽ വന്നിട്ടുള്ള ഈ 18 മസ്അലകളുടെയും മഹത്വം, അതിന്റെ മഹത്തരമായ കാര്യം അല്ലാഹു ഉണർത്തിയത് ദാലിക മിമ്മാ ഔഹാ ഇലൈക റബ്ബുക മിനൽ ഹിക്മ, ഈ പറയുന്ന കാര്യം അല്ലാഹു വഹയായി നിനക്ക് നൽകിയ കാര്യമാണ്, അത് ഹിക്മത്തിൽ നിന്നുള്ളതാണ്, അല്ലാഹ് നൽകിയിട്ടുള്ള ഹിക്മത്തിൽപ്പെട്ടതാണ് എന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ടുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് പിന്നത്തെ മസ്അല. ഇനി അൽ ഹാദിയത അശറ ആയത്തു സൂറത്തുൻ നിസാ, സൂറത്തുൻ നിസായിലുള്ള ആയത്ത് അല്ലത്തി തുസമ്മ ആയത്തുൽ ഹുഖൂഖ് അൽ അശറ. ഈ ആയത്തിന് ഫുഖഹാക്കളുടെ അടുക്കൽ, അഹ്ലുസുന്നയുടെ ഉലമാക്കളുടെ അടുക്കൽ ഈ ആയത്ത് അറിയപ്പെടുന്നത് ആയത്ത് അൽ ഹുഖൂഖ് അൽ അശ്റ, 10 അവകാശങ്ങളെ സംബന്ധിച്ച് പറയുന്ന ആയത്തുകൾ എന്നാണ്. ബദഅഹ അല്ലാഹു തആല ബിഖൗലിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹുഖൂഖുകൾ, നമ്മൾ ചെയ്തു തീർക്കേണ്ട നമ്മുടെ പേരുള്ള കടമകൾ, 10 പ്രധാന കടമകൾ, ആ കടമകൾ പറയുന്ന ആയത്ത് സൂറത്തുൻ നിസായിലെ ആയത്ത്, അതല്ല തുടങ്ങിയത് വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅ, അല്ലാഹുവിനോടുള്ള ഹുഖൂഖ് പറഞ്ഞുകൊണ്ടാണ്. അല്ലാഹുവിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, അവന് മാത്രം, വലാ തുശ്രികൂ ബിഹി ഷൈഅ, അവനിൽ നിങ്ങൾ ഒന്നും പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ആയത്തുൽ ഹുഖൂഖ് അൽ അശ്റ, 10 ഹുഖൂഖുകൾ പറയുന്ന സൂറത്തുൻ നിസായിലെ ആയത്തിൽ തുടങ്ങിയിട്ടുള്ളത്. അതിലെ ബാക്കിയുള്ള 9 ഹുഖൂഖുകളും ആയത്ത് വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതാണ്. അസ്സാനിയത അശ്റ, 12ാമത്തെ മസ്അല അത്തംബീഹു അലാ വസിയ്യത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ മൗതിഹി. തംബീഹ്, ഇവിടെ ഉണർത്തുക, അലാ വസിയ്യത്തി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്ത് ഇൻദ മൗതിഹി, മരണപ്പെടുന്ന സന്ദർഭത്തിൽ. അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. റസൂലുള്ള മരണപ്പെടുന്ന സമയത്ത് പ്രത്യേകമായ വസിയ്യത്ത് എഴുതി തന്നിട്ടില്ല. മരണപ്പെടുന്നതിന്റെ തൊട്ടു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വസിയ്യത്ത്, റസൂലുള്ളാഹിന്റെ വസിയ്യത്ത് അത് കിതാബുള്ള തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് ഗദീർ ഹുമ്മ, ഹുമ്മയിലുള്ള ഹുമ്മ തടാകത്തിന്റെ അരികിൽ വെച്ചുകൊണ്ട് റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം പറഞ്ഞിട്ടുണ്ട്.
അല അയ്യുഹന്നാസ് ഇന്നി റജുൽ ഇന്നി ബശർ യൂഷികു അൻ യദ്ഉവനി ദാഇ റബ്ബി ഫഉജീബ് ഫഇന്നി താരികും ഫീകും സഖലൈൻ അവ്വലുഹുമാ കിതാബുല്ലാഹ് ഫീഹിൽ ഹുദാ വന്നൂർ റവാഹു മുസ്ലിം. മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ മക്കയുടെയും മദീനയുടെയും ഇടക്കുള്ള ഹുമ്മയിലുള്ള ആ തടാകത്തിന്റെ അരികിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ആ ഒന്ന് പ്രസംഗിച്ചു. ഹമിദല്ലാഹ വഅസ്ന അലൈഹി, ശരിക്ക് ഹംദും അതുപോലെ സനാവും ഒക്കെ വരുത്തി പറഞ്ഞതിന് ശേഷം ചൊല്ലിയതിന് ശേഷം പറഞ്ഞു, അല അയ്യുഹന്നാസ്, അല്ലയോ മാന്യ മഹാജനങ്ങളെ നിങ്ങൾ അറിയുക, ഇന്നി ബശർ, ഞാൻ ഒരു മനുഷ്യനാണ്. യൂഷികു അൻ യദ്ഉവനി ദാഇ റബ്ബി, എന്റെ റബ്ബിന്റെ വിളിയാളൻ എന്നെയും വന്ന് വിളിച്ചു കൊണ്ടുപോകാറായിട്ടുണ്ട്. ഫൗജീബ്, അങ്ങനെ അള്ളാഹുവിന്റെ വിളിയാളൻ വന്ന് വിളിച്ചാൽ ഞാൻ അതിന് ഉത്തരം ചെയ്യേണ്ടി വരിക തന്നെ ചെയ്യും. ആ സന്ദർഭത്തിൽ പിന്നെ നിങ്ങൾക്ക് എന്താണുള്ളത്? വഇന്നി താരികും ഫീകും സഖലൈൻ, ഭാരിച്ച രണ്ട് കാര്യങ്ങൾ, മഹത്തരമായ രണ്ട് കാര്യം ഞാൻ എന്റെ കൂടെ കൊണ്ടുപോകുന്നില്ല. വിശ്വസ്തമായ കൈകളിൽ നിങ്ങളെ അത് ഏൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അവ്വലുഹുമ, ആ രണ്ട് കാര്യങ്ങളിൽ ഒന്നാമത്തേത് കിതാബുല്ലാഹ് ഫീഹിൽ ഹുദാ വന്നൂർ, അള്ളാഹുവിന്റെ കിതാബാണ്, അതിൽ ഹുദയും നൂറും. അതുകൊണ്ട് തന്നെ അതന്നെയാണ് റസൂലുള്ളാഹിന്റെ വസിയ്യത്ത്. പിന്നെ മരണപ്പെടുന്ന സന്ദർഭത്തിൽ, മരണത്തിന്റെ തൊട്ട് മുമ്പായിട്ട് റസൂലുള്ളാഹിക്ക് ബോധം വന്നു പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ഈതൂനി ബി കിതാബിൻ അക്തുബു ലക്കും, ഒരു എഴുതാനുള്ള കടലാസ് കൊണ്ടുവരൂ, ഞാൻ എഴുതിത്തരാം, പിന്നെ നിങ്ങൾ ഭിന്നിക്കില്ല എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെ അങ്ങനെ ബോധം നഷ്ടപ്പെടുന്ന അത്രയും മൂർച്ഛിച്ച അവസരമാണ്. ആ സന്ദർഭത്തിൽ ഉമർ ഖത്താബ് പറഞ്ഞു, നബിയെ നമ്മൾ പ്രയാസപ്പെടുത്തേണ്ട, നമ്മുടെ അടുക്കൽ കിതാബുണ്ട്, ഹസ്ബുന, നമുക്കത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ അതിനെ സംബന്ധിച്ചിടത്തോളം തർക്കമായി, ശബ്ദമുയർന്നപ്പോൾ റിവായത്തുകളിൽ വാക്കുകൾ വ്യത്യസ്തമാണ്. എന്റെ അരികിൽ നിന്ന് നിങ്ങൾ പോകുക, എന്റെ സാന്നിധ്യത്തിൽ വെച്ച് ഇങ്ങനെ നിങ്ങൾ ബഹളമുണ്ടാക്കുകയോ തർക്കിക്കുകയോ ചെയ്യുക, അത് ഭൂഷണമല്ല, എന്റെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് പോവുക എന്ന് പറഞ്ഞു. അങ്ങനെ അവരൊക്കെ എഴുന്നേറ്റ് പോയി. ആ സന്ദർഭത്തിലാണ് അലീബിൻ ഇബ്നു അബ്ബാസ് അതിനെ കുറിച്ച് പരിഭവിച്ചത്. അപ്പോഴാണ് ഇബ്നു മസ്ഊദ് പറയുന്നത്, ഒട്ടും പരിഭവിക്കാനില്ല, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്ത് വേണോ? സൂറത്തുൽ അൻആമിലെ ഈ 3 ആയത്തിലേക്ക് നോക്കൂ. അല്ലത്തി അലൈഹാ ഖാതം, നബി കൈപ്പടയിൽ എഴുതി ഒപ്പുവെച്ചിട്ടുള്ള ആ വസിയ്യത്ത് ഇത് തന്നെയായിരിക്കും, അല്ലാതൊന്നില്ല. അലി ഇബ്നു അബീ ത്വാലിബിനോട് അബൂ ജുഹൈഫ ചോദിച്ച ചോദ്യം അതാണ്, നിങ്ങൾക്ക് വല്ലതും റസൂൽ എഴുതി തന്നിട്ടുണ്ടോ? ഇല്ല, ഒന്നും എഴുതി തന്നിട്ടില്ല, ഖുർആനില്ലാതെ വേറൊന്നും. പിന്നെ എന്റെ കയ്യിലുള്ള കടലാസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പ്രതിക്രിയാ നടപടികൾ പൂർത്തീകരിക്കേണ്ടത്, അതുപോലെ തന്നെ പിന്നെ മുസ്ലിമുൻ ബി കാഫർ, ഒരു കാഫറിന് പകരമായി മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല എന്ന ആ വിധി അത് എഴുതി തന്നതല്ലാതെ വേറൊന്നുമില്ല. അല്ലാതെ വേറെ എന്തെങ്കിലും പ്രത്യേകത എന്ന് പറഞ്ഞാൽ അള്ള ഏതെങ്കിലും ഒരാൾക്ക് അള്ളാന്റെ കിതാബിൽ നൽകുന്ന ഫിത്ഹല്ലാതെ വേറെ ഒന്നുമില്ല എന്നതാണ്. അല്ലാതെ ഒരു വസിയ്യത്ത് സല്ലല്ലാഹു എഴുതി കൊടുത്തിട്ടില്ല. പക്ഷെ നബി എഴുതി കൊടുക്കുകയാണെങ്കിൽ എഴുതി കൊടുക്കുമായിരുന്ന, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ വസിയ്യത്തിൽ ഉൾപ്പെടാവുന്ന കാര്യം അത് ഇതാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അൽ മസ്അലത്തു സാലിസത്ത അശ്റത്ത, 13ാമത്തെ മസ്അല മഅരിഫത്തു ഹഖ്ഖില്ലാഹി അലൈനാ, അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് നമ്മളിൽ നിന്ന് കിട്ടേണ്ട അവകാശം, നമ്മൾ അല്ലാഹുവിനോട് ചെയ്തു തീർക്കേണ്ട കടമ അത് മനസ്സിലാക്കണം. ആ കടമ മനസ്സിലാക്കി ചെയ്തെങ്കിലേ ജീവിതം സഫലാകും. ഇല്ലേ, ജീവിതം അത് വെറുതെ ആയിപ്പോകും. നമ്മുടെ ജീവിതം കൊണ്ടല്ല ഉദ്ദേശിച്ചത് പൂർത്തീകരിക്കാതെ നമ്മൾ തിരിച്ചു പോകും. അത് ഏറ്റവും വലിയ പരാജയവുമായിരിക്കും. അതെന്ത് എന്നത്, ഒരു കഴുതപ്പുറത്തിരുത്തി 3 തവണ വിളിച്ച് ശ്രദ്ധ ശരിക്കും ആകർഷിച്ച് അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ അല്ലാഹു വ റസൂലുഹു ആലം എന്ന് പറഞ്ഞ് അതിനുശേഷം പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് ഹഖ്ഖുല്ലാഹി അലാ ഇബാദിഹി, അടിയാറുകൾ അല്ലാഹുവോട് ചെയ്തു തീർക്കേണ്ട കടമ ഒന്നാണ്, അയ്യഅ്ബുദൂഹു വലാ യുശ്രികൂ. അതറിഞ്ഞിട്ടില്ലേ നമ്മളൊന്നും അറിയാം. ഈ പറഞ്ഞത് അറിയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. ഇതറിയാത്തവൻ അവൻ മുസ്ലിമല്ല, അവൻ കാഫിറാണ്. ഈ ഹഖറിയാത്തവൻ ജീവിത ലക്ഷ്യം അറിയാത്തവനാണ്. അവന് ദുനിയാവിലും പരലോകത്തിലും പരാജയമല്ലാതെ ഒന്നുമില്ല. ഈ പറഞ്ഞിട്ടുള്ളത് ഇവര് മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി ചോദിച്ച 2 ചോദ്യത്തിലെ ഒരു ചോദ്യം ഏതൊരു മുസ്ലിമും നിർബന്ധമായും അറിയേണ്ടതാണ്. മുസ്ലിമ ജഹ്ലു, അതറിയാതിരിക്കാൻ ഒരു മുസ്ലിമിന് നിർവാഹമില്ല. അതറിയാതിരുന്നാൽ അവൻ മുസ്ലിമല്ല. എന്താണ് അല്ലാഹ് എന്നോട് ആവശ്യപ്പെടുന്നത്?
അള്ളാഹ്ക്ക് ഞാൻ ചെയ്തു തീർക്കേണ്ട കടമ എന്താണ്, എന്നെ എന്തിനാണ് ഈ ഭൂലോകത്ത് അള്ളാഹു സൃഷ്ടിച്ച് അധിവസിപ്പിച്ചിരിക്കുന്നത് എന്നത് അറിഞ്ഞേ പറ്റൂ. അത് അറിയാതിരിക്കാൻ പാടില്ല, അത് അനിവാര്യമായും അറിയേണ്ടതാണ്. രണ്ടാമത്തത് എല്ലാവരും അറിഞ്ഞോളന്നില്ലാത്തതുമാണ്. അത് പോട്ടെ. ഇനി അൽ മസ്അലത്തു, അതിന്റെ തെളിവ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് നമ്മൾ പറഞ്ഞു. അൽ മസ്അലത്തു റാബിഅത അശ്റത, 14ാമത്തെ മസ്അല, മഅരിഫത്തു ഹഖ്ഖിൽ ഇബാദി അലൈഹി ഇദാ അദ്ദു ഹഖ്ഖ, അല്ലാഹുവിനോടുള്ള ഹഖ്, ഹഖ്ഖഹു, ഹഖ്ഖല്ലാഹ്, അവസാനത്തത് അള്ളാഹിനോടുള്ള ഹഖ് അദ്ദു, അവർ നിറവേറ്റി, അഥവാ അള്ളാഹിന്റെ സൃഷ്ടികൾ നിറവേറ്റിയാൽ ആ ഇബാദുകൾക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടാനുള്ള ഹഖ് എന്താണ്, അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കല് വുജൂബാണോ? വുജൂബല്ല. എല്ലാവരും അറിയോ? അറിയണമെന്നില്ല. സഹാബത്തിൽപ്പെട്ട പ്രഗത്ഭരായ സഹാബിമാര് പലരും ഇതറിയുമായിരുന്നില്ല. മുആദ് റളിയല്ലാഹു തആല അൻഹു തന്നെ ഈ കാര്യം പിന്നീട് പറയുന്നത് എപ്പോഴാണ്? പറയുന്നത് അൻദ മൗതിഹി തഅസ്സുമ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ ചെയ്തു കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ, കടമകൾ നിറവേറ്റിയാൽ അള്ളാഹുവിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ളത് അതെന്ത്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഅദാണ്. വലാ യുഖ്ലിഫുല്ലാഹു വഅദഹു, അവന്റെ വാഗ്ദാനം അവൻ നിറവേറ്റാതിരിക്കില്ല, നിറവേറ്റുക തന്നെ ചെയ്യും. അത് ആ സമയത്ത് നമുക്ക് കിട്ടും. അതറിഞ്ഞാൽ നമുക്ക് ആ കടമകൾ നിറവേറ്റാൻ പ്രോത്സാഹനമായി തീരുമെങ്കിൽ അതറിയുക എന്നുള്ളത് ഗുണകരമാണ്. അത് പ്രോത്സാഹനമല്ല, അത് ഇത്തിക്കാലിനായിക്കാണ് അതൊരുത്തനെ പ്രോത്സാഹിപ്പിക്കുന്നത്, പ്രേരിപ്പിക്കുന്നതെങ്കിൽ അത് അറിയാതിരിക്കലുമാണ് നല്ലത്. ചില കാര്യങ്ങൾ ചിലർക്ക് അത് നല്ല നിരക്കല്ല ക്ലിക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇതെല്ലാവരോടുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുമല്ല. അൽ മസ്അലത്തു വൽ ഖാമിസത അശ്റ അന്ന ഹാദിഹിൽ മസ്അല ലാ യഅരിഫുഹാ അക്സറു സ്വഹാബ. ഈ മസ്അല ഏത്? അള്ളാഹുവിൽ നിന്ന് നമുക്ക് അവന്റെ സൃഷ്ടികളായ അടിയാറുകൾക്ക് കിട്ടാനുള്ള ഹക്ക്, നമ്മൾ അങ്ങോട്ട് ചെയ്യാനുള്ളത് പൂർണ്ണമായി നിർവിഘ്നമായി നിറവേറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള ഹക്ക്, അത് അറിയുക എന്നുള്ളത് സ്വഹാബികളിൽ പലർക്കും അറിയുമായിരുന്നില്ല. ലാ യഅരിഫുഹാ അക്സറു സ്വഹാബ, സ്വഹാബത്തിൽ പലർക്കും അതറിയുമായിരുന്നില്ല. അതാണ് മുആദ് റളിയല്ലാഹു തആല എന്ന് ചോദിക്കുന്നത്, ഈ സന്തോഷ വാർത്ത ഞാൻ പറയട്ടെ? ഇല്ല, പറയണ്ടെന്നാ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മുആദ് റളിയല്ലാഹു തആല എന്നത് പറഞ്ഞിട്ടുമില്ല. പിന്നെ മുആദ് റളിയല്ലാഹു തആല എന്നത് പറയുന്നത് അൻദ മൗതിഹി തഅസ്സുമ, ഇൽമു പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അസ്സാദിസത്തു അശ്റ ജവാസു കിത്മാനിൽ ഇൽമി ലിൽ മസ്ലഹ. അപ്പൊ അത് മറച്ചുവെച്ചത്, ചിലരിൽ നിന്ന് മറച്ചുവെച്ചത് എന്താണ്? ഇൽമിൽ രണ്ട് മൂന്ന് തരത്തിലുള്ള ഇൽമുണ്ട്. ഒന്ന് ളറൂരിയായ ഇൽമുണ്ട്, മറ്റൊന്ന് മുകമ്മിലാത്തിൽപ്പെട്ട ഇൽമുണ്ട്, മറ്റൊന്ന് ഹാജിയാത്തിൽപ്പെട്ട ഇൽമുണ്ട്, മറ്റൊന്ന് തഹ്സീനിയാത്തിൽപ്പെട്ട ഇൽമുണ്ട്. അതിന് തഹ്സീനിയാത്തിൽപ്പെട്ട കാര്യമാണിത്. ഇത് ചിലപ്പോ ശരിയായ സെൻസിൽ അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വിലങ്ങായി പോകും. അത് പോകുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങൾ തഹ്സീനിയായ ഇൽമുകൾ ചിലരിൽ നിന്ന് മറച്ചുവെക്കാം, മസ്ലഹത്തിന് വേണ്ടി മറച്ചുവെക്കാം. ജവാസ്, അനുവാദമുള്ള കാര്യമാണ്. കിത്മാനിൽ ഇൽമ് മറച്ചുവെക്കുക എന്നത് ലിൽ മസ്ലഹത്തി, മസ്ലഹത്തിന് വേണ്ടി. ഏത് ഇൽമ്? ളറൂരിയായ ഇൽമല്ല, ഹാജിയാത്തിൽപ്പെട്ട ഇൽമല്ല, തഹ്സീനിയായ ഇൽമ്. ഇത് പറഞ്ഞുകൊണ്ട് ഇനി ചിലർ എല്ലാ ഇൽമും മറച്ചുവെക്കാൻ വേണ്ടി ചില ആൾക്കാർ നടക്കും. ഇല്ല, ഇൽമു മറച്ചുവെക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ലഅനത്തിന് കാരണമാകുന്ന പ്രവർത്തനമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇൽമും ഹുദയും മറക്കിക്കൊടുത്തിട്ട് മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസ്, ജനങ്ങൾക്കത് നാം ബയാൻ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീട് അത് മറച്ചു വെക്കുന്ന ആളുകൾ, ഉലൈക യൽഅനുഹുമുല്ലാഹ്, അള്ളാഹു അവരെ ശപിക്കും, അള്ളാഹുന്റെ മലക്കുകൾ ശപിക്കും, ശപിക്കുന്നവരൊക്കെയും ശപിക്കും. അത് വളരെ ഗുരുതരമായ തെറ്റായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇത് കേൾക്കുമ്പോ ഇത് ഏത് ഇൽമാണ്? ഇൽമിനെ വേറിരിക്കണം. ളറൂരിയാത്തിൽപ്പെട്ട ഇൽമല്ല, തഹ്സീനിയാത്തിൽപ്പെട്ട ഇൽമിന്റെ കാര്യമാണ് പറയുന്നത്. അത് മറച്ചുവെക്കാവുന്നതും അല്ലാത്തത് നിർബന്ധമായ ളറൂരിയായ ഇൽമ് മറച്ചുവെക്കാൻ പാടില്ലാത്തതുമാണ്. ഇനി ളറൂരിയായ ഇൽമിനെ മറച്ചുവെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരാളുടെ അടുക്കൽ ഒരു ഇൽമുണ്ടെങ്കിൽ അയാൾ എപ്പോഴും അത് വിളിച്ചെറിഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുക എന്ന അർത്ഥത്തിലല്ല. അല്ലെങ്കിൽ വന്ന് ചോദിച്ചവരോട് മുഴുവൻ പറഞ്ഞോളാം എന്നുമില്ല. അതിന്റെ അദബുകളുണ്ട്.
അദബുകൾ പാലിച്ചുകൊണ്ട് ഒരാൾ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കൽ വുജൂബാണ്, മറച്ചുവെക്കാൻ പാടില്ല. അദബ് പാലിക്കാതെ ഒരാൾ ചോദിച്ചാൽ മറച്ചു വെക്കാം എന്നുള്ളത്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു റളിയല്ലാഹു തആല അൻഹയുടെ അരികിൽ ഒരാൾ വന്നു, ചെറുപ്പക്കാരനായ അയാൾ വന്നിട്ട് ഒരു കാര്യം ചോദിച്ചു. അയാളെക്കുറിച്ച് ഒരു മുസ്ലിം എന്ന അർത്ഥത്തിൽ ലാ യുദന്നു ബിൽ മുഅ്മിനി ഇല്ലാ ഖൈറ, നല്ലത് മാത്രം അയാളത് അമല് ചെയ്യാനാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ആ ചെറുപ്പക്കാരനത് പറഞ്ഞു കൊടുത്തു. അയാൾ അതുമായിട്ട് പോയി. പിറ്റേന്ന് അയാൾ വന്നു. അയാൾ ഒരു വേറൊരു അനുഭവിച്ചു ചോദിച്ചു. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർ ആ വന്ന ആഗതനായ മനുഷ്യനെ പരീക്ഷിച്ചു. ഇന്നലെ പറഞ്ഞെന്ന കാര്യം എന്തായി? അത് പഠിച്ചു, അത് അമല് ചെയ്തു. ഹദീസ് അല്ലെങ്കിൽ ഇൽം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കിതാബത്ത് അത് എഴുതി വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്തിഅ്മാലുഹു, അതിനെ അമലാക്കലാണ്. അഹ്മദ് ബിൻ ഹംബൽ കൊടുത്തുള്ള വ്യാഖ്യാനം അതാണ്. അല്ലാതെ കടലാസിൽ എഴുതിയാൽ ഒരാൾ ഇൽമ എഴുതിയെടുത്തു എന്നർത്ഥമല്ല. ഇൽമ്, ശർഈയായ ഇൽമ്, അതെഴുതാനുള്ള കടലാസ് ജീവിതത്തിന്റെ ഏടുകളാണ്, ജീവിതം തന്നെയാണ്. ആ ജീവിതത്തിന്റെ ഏടുകളിൽ ജീവിതത്തിലാണത് പകർത്തി എഴുതേണ്ടത്. ആയിഷ ബീവി അദ്ദേഹത്തോട് ചോദിച്ചു, അത് പകർത്തിയോ? ആ ഹദീസ് പകർത്തിയോ? ജീവിതത്തിന്റെ താളുകളിൽ, ജീവിതത്തിന്റെ ഏടുകളിൽ അത് പകർത്തിയോ? അദ്ദേഹത്തിന്റെ ഉത്തരം ഇല്ല എന്നായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ അദ്ദേഹത്തോട് ശഠിച്ചു. ഇൽമ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറെ വാരിക്കൂട്ടി ഉണ്ടാക്കാൻ കസറത്ത് റിവായത്തിനുള്ള സംഗതിയല്ല. ഇൽമ് എന്ന് പറഞ്ഞാൽ അമലിനു വേണ്ടിയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വസിയ്യത്ത് ചെയ്തിട്ടുള്ള, ഞങ്ങളെ ഉപദേശിച്ചിട്ടുള്ള, ഞങ്ങളെ ഉടമ്പടിയായി ഏൽപ്പിച്ചിട്ടുള്ള കാര്യത്തിൽപ്പെട്ടതാണ് അല്ലാ യളഅൽ ഇൽമ ഇല്ലാ ഫീ അഹ്ലിഹി, അവകാശികളുടെ കയ്യിലല്ലാതെ ഇത് വെച്ചു കൊടുക്കരുത്. ഇൽമിന്റെ അവകാശികളുണ്ട്. ആരാണ് അവകാശികൾ? അത് പകർത്തി എഴുതുന്ന ആളുകൾ. എവിടെയാണ് അവർ പകർത്തി എഴുതുക? അവരുടെ ജീവിതത്തിന്റെ താളുകളിൽ. ജീവിതത്തിന്റെ താളുകളിൽ അത് പകർത്തുന്ന ആളുകളുടെ കയ്യിലേ കൊടുക്കാവുള്ളൂ. അങ്ങനെയുള്ള അവകാശികൾ വന്ന് ചോദിച്ചാൽ അത് മുടക്കരുത് എന്നും അവകാശികൾ അല്ലാത്തവരുടെ കയ്യിൽ അത് വെച്ചു കൊടുക്കരുത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ ഉടമ്പടി ചെയ്ത് ഏൽപ്പിച്ചു പോയിട്ടുള്ള കാര്യമാണ്. പോയിക്കോ. അപ്പോ നേരെ ഫോൺ ചെയ്തിട്ട് ഒരൊറ്റ ചോദ്യമാണ് ചില ആളുകൾ. അത് ചിലപ്പോൾ അതേ സന്ദർഭത്തിൽ അറിയുന്ന പല ആളുകളും അതിന് ഉത്തരം പറഞ്ഞോളന്നില്ല. നിങ്ങൾ പരിഭവിക്കരുത്. അതെന്താ? നമ്മുടെ അടുക്കൽ അതബില്ല. അതിൻ്റെതായ അതബനുസരിച്ചിട്ടാണ് ചോദിക്കേണ്ടത്. ഇനി ചോദിക്കുന്ന ഒരാൾ അയാൾ ഏത് തരക്കാരനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അയാൾ അതിന് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ അതിന്റെ അഹിലാണെങ്കിൽ ഇൽമിന്റെ അഹിലുകാർക്ക് അവരുടെ കയ്യിൽ അത് വെച്ചു കൊടുക്കേണ്ടതുള്ളൂ. അല്ലാതെയുള്ളൊന്നും കിത്മാനുൽ ഇൽമായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റൂല. അതുപോലെ തന്നെ തഹ്സീനിയായ ഇൽമ് അത് ചിലപ്പോൾ മസ്ലഹത്തിന് വേണ്ടി മറച്ചു വെക്കാം. അത് മറച്ചു വെച്ചാലും കിത്മാനുൽ ഇൽമ് പെടൂല. മറിച്ച് ഹാജിയാത്തും നെറൂരിയാത്തിനും പെട്ട കാര്യം ഇൽമിന്റെ അഹ്ലുകാർ ജീവിതത്തിൽ അത് പകർത്താൻ ഉദ്ദേശിച്ച ഒരാൾ വന്ന് ചോദിച്ചിട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെയും മലക്കുകളുടെയും ജനങ്ങളുടെയും ഒക്കെ ശാപം അയാൾക്കുണ്ടായിരിക്കും എന്നുള്ള കാര്യം അത് ഖുർആന്റെ ആയത്തിൽ തന്നെ തെളിഞ്ഞിട്ടുള്ളതുമാണ്. അപ്പോ ഇങ്ങനെയുള്ള തഹ്സീനിയായ ഇൽമുകൾ അത് എല്ലാവർക്കും ഒരേമാതിരി പറഞ്ഞു കൊടുക്കാനുള്ളതല്ല. അത് പറഞ്ഞു കൊടുത്താൽ ഹൈറിന് പകരം ചിലപ്പോൾ ഷർ ഉണ്ടായിരുന്നു വരും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞു, ഇന്നക ലൻ തുഹദ്ദിസ ഖൗമൻ ബിഹദീസ് ലാ തബ്ലുഗുഹു ഉഖൂലുഹും ഇല്ലാ കാന ലിബഅദിഹിം ഫിത്ന. ഒരു പറ്റം ആളുകളോട് നീ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു, ആ കാര്യം അവരുടെ ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണെങ്കിൽ, അവരുടെ ബുദ്ധിക്ക് പ്രാപിക്കാൻ പറ്റാത്ത കാര്യമാണ് എങ്കിൽ ഇല്ലാ കാന ലിബഅദിഹിം ഫിത്ന, ചിലർക്കെങ്കിലും അത് ഫിത്നയാണ്, ചിലർക്കെങ്കിലും അത് ഫിത്നയാണ്. അവര് അതങ്ങനെയാണോ, അതിങ്ങനെയാണോ, അതിങ്ങിട്ടല്ലേ, അത് ഇതിനെതിരല്ലേ, എന്നിട്ട് അതിനെ കുറിച്ചിട്ട് അവർ ചർച്ചയും പിന്നെ വാദവും വാദപ്രതിവാദവും അത് അങ്ങനെ ഫിത്നയിലേക്ക് അവർ അതുമായിട്ട് പോകും. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ നിലവാരമനുസരിച്ചും കൂടി വേണം പറഞ്ഞു കൊടുക്കാൻ. അതുകൊണ്ട് തന്നെ ഉലമാ റബ്ബാനിയീൻ, റബ്ബാനികളായ ഉലമാനെ സംബന്ധിച്ചിടത്തോളം ഇബ്നു അബ്ബാസ് കൊടുത്ത വ്യാഖ്യാനം അവരെന്ന് പറഞ്ഞാൽ യുഅല്ലിമൂന الناس صغار العلوم قبل كبارها. അവര് ആളുകൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ചെറുതാണ് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ക്രമേണ വലിയതിലേക്ക് എത്തും. ആദ്യം തന്നെ വലിയതാണ് കൊണ്ടുപോയിട്ട് കൊടുത്താൽ ഇവിടെ കുറച്ച് ഇൽമിന്റെ ആൾക്കാർ ഇടക്ക് വരാറുണ്ട്. അവരിന് വന്നിട്ടുണ്ടെങ്കിൽ ആരുടെയും തൊള്ളേ കൊള്ളാത്ത വലിയ ആളുകൾ ചെയ്യേണ്ട കാര്യമാണ് അവർ ആദ്യം പറയാം.
ആദ്യം ജറഹിലേക്കും തഅദീലിലേക്കും ഇറങ്ങും. ലോകത്തുള്ള വലിയ വലിയ ആളുകളെ സംബന്ധിച്ചിടത്തോളമുള്ള വിമർശനങ്ങളും ജറഹും തഅദീലും അതായിരിക്കും അവരുടെ കാര്യം. അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള നഫ്യു ഇസ്ബാത്ത് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇത്തരക്കാര് തുടങ്ങേണ്ട അടുത്തുനിന്ന് തുടങ്ങാതെ ചാടിക്കേറി തുടങ്ങിയ ഒരാളും അത് തസദ്ദുർ, അവര് മുന്നിൽ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ അള്ളാഹുവിനെ മുന്നിൽ കൊണ്ടുവരൂല. അവർ മുഹൂർ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് മുതുക് താഴെ വീഴും. ഒറ്റച്ചാട്ടത്തിന് 10ാമത്തെ സ്റ്റെപ്പുകൾ കയറിയാൽ 10 കത്തൂല 8 കാലം തട്ടിയിട്ട് താഴെ വീണിട്ട് മുഹൂർ മുതുകാട് പൊളി. ഇതാണ് അതുകൊണ്ടുണ്ടാകുക. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു കൊള്ളണം. ജവാസു കിത്മാനിൽ ഇൽമി ലിൽ മസ്ലഹ. ഇവിടെ ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ. ഒന്ന്, ഇൽമ് എല്ലാ ഇൽമും ഒരേ മാതിരിയല്ല. അത് വറൂരിയാത്തും ഹാജിയാത്തും ഉണ്ട്. അത് മറച്ചു വെക്കാൻ പാടില്ലാത്തതാണ്. അത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഉലമാ റബ്ബാനികൾ അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ശിഗാറുൽ ഇൽമിൽ തുടങ്ങിയിട്ട് കിബാറുൽ ഇൽമിലേക്ക് ചെറിയ ചെറിയ വിജ്ഞാനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് വലുതിലേക്കാണ്. അല്ലാതെ ആദ്യം വലുത് വെച്ചിട്ടല്ല തുടങ്ങേണ്ടത്. അത് തന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആർക്കാണ്, ആരുടെ കയ്യിലാണ് വെച്ചു കൊടുക്കേണ്ടത്? ജീവിതത്തിന്റെ താളുകളിൽ അത് പകർത്താൻ വരുന്ന, പേന കൊണ്ടും കടലാസ് കൊണ്ടും പകർത്താൻ വരുന്ന ആളുകൾക്കല്ല, അതിന്റെ അവകാശികളുടെ കയ്യിലേ കൊടുക്കാവൂ. ഇതാണ് അതിന്റെ നിയമം. എന്നാൽ തഹ്സീനിയാത്ത് ജനങ്ങളുടെ ബുദ്ധിപരമായിട്ടുള്ള അവരുടെ പക്വതയ്ക്കൊക്കെ അനുസരിച്ച് സന്ദർഭം നോക്കി പറയേണ്ടതാണ്. അതെല്ലാവരോടും പറയേണ്ടതില്ല. അത് മറച്ചു വെക്കുന്നതിന് അനുവാദമുള്ളതാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരി തന്നെ റിവായത്ത് ചെയ്തു. ഹദ്ദിസുൻ നാസ ബിമാ യഅരിഫൂൻ അതുഹിബ്ബൂന യുകദ്ദബ അല്ലാഹു വറസൂലുഹു. ജനങ്ങളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറയേണ്ടത്. അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ ഒറ്റടിക്ക് പറഞ്ഞിട്ട് അള്ളാഹുവിനെയും റസൂലിനെയും കളവാക്കുന്നതിലേക്ക്, അത്തരം സാഹചര്യത്തിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ കൊണ്ടെത്തിക്കരുത് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് ഉപദേശിച്ചതും അതുകൊണ്ടാണ്. അപ്പോ വറൂരിയാത്തിലും ഹാജിയാത്തിലും പെട്ട കാര്യങ്ങൾ തന്നെ അതിന്റെ ക്രമമനുസരിച്ച് കൊടുക്കണം, അതിന്റെ അവകാശികൾക്ക് കൊടുക്കണമെന്ന് വന്നു. എന്നാൽ തഹ്സീനിയാത്തിൽപ്പെട്ട കാര്യങ്ങൾ അത് മസ്ലഹത്തുണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ പറയേണ്ടതുമില്ല. സഹാബികളിൽപ്പെട്ടിട്ടുള്ള പലർക്കും രണ്ടാമതുള്ള ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയുമായിരുന്നില്ല. ഇവിടെ 2 തരം ഇൽമുകൾ കണ്ടു. ഒന്ന്, ഒരു മുസ്ലിം നിർബന്ധമായി അറിയണം, അറിഞ്ഞിട്ടില്ലെങ്കിൽ മുസ്ലിം തന്നെ ആകൂല. എന്താണ്? ഹഖ്ഖുല്ലാഹി അലൈനാ, അള്ളാഹിനോട് നമ്മൾ ചെയ്യേണ്ട കടമ, ചെയ്തു തീർക്കേണ്ട കടമ, അതെല്ലാവരും അറിഞ്ഞിരിക്കണം, നിർബന്ധമാണ്. എന്നാൽ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്, ഇബാദുകൾക്ക് ഇങ്ങോട്ടുള്ള കിട്ടാനുള്ളത് അതെന്താ? അത് തഹ്സീനിയാക്കപ്പെട്ടതാണ്. അത് വളരെ മസ്ലഹത്തുള്ളിടത്ത്, അത് ഇത്തിക്കാലുവല സഹജ് റഹ്മത്തുള്ള എന്നതിലേക്ക് പോകാത്തിടത്ത്, അത് അംനു മക്കരില്ല എന്നതിടത്തേക്ക് നയിക്കാത്തിടത്തോളം അത് നല്ല സന്ദർഭങ്ങളിൽ മാത്രമേ പറയാവുന്നുള്ളൂ. അസ്സാബിഅത അശറ ഇസ്തിഹ്ബാബു ബിശാറത്തിൽ മുസ്ലിം ബിമാ യുസ്റുഹു. ഇതിലുള്ള മറ്റൊരു കാര്യം, ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കുന്ന കാര്യമുണ്ടെങ്കിൽ അത് പറയണം. അതൊരു മര്യാദയാണ്, അതൊരു നല്ല അദബാണ്. നമുക്കില്ലാത്തൊരു കാര്യമാണ്. ഒരാളെ കാണുമ്പോൾ ആദ്യം തന്നെ ഇട്ടാപ്പിലാക്കണ വർത്താനം ആദ്യം എടുക്കണം. ഇത് ശരിയല്ല. ഇത് നമ്മളെ മലപ്പുറത്തുള്ള ഒരു ഭാഷയാണ്, വേറെയുള്ള ആളുകൾക്ക് അത് മനസ്സിലായപ്പോൾ ആളെ അങ്ങോട്ട് എന്താ പറയാ എടങ്ങാറാക്കണ കാര്യം ഇല്ല. ഒരാളെ പരമാവധി സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. ബശാറത്തുള്ള കാര്യം ഉണ്ടെങ്കിൽ ഉടനെ അത് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. നബിക്കൊരു കുഞ്ഞ് പറഞ്ഞപ്പോ നബിയെ സന്തോഷകരമായ കാര്യം ഉടനെ എല്ലാവരോടും വന്നത്. അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന് പറയുന്നത് അത് ശുക്ർ അലാ അന്നഹു തുഷ്കർ എന്നുള്ള അർത്ഥത്തിലും, രണ്ടാമത്തേത് ബിശാറത്തിന്റെ ബാബിലുമാണ് അതിന്റെ വ്യാഖ്യാനം. അതുകൊണ്ട് ബിശാറത്തുള്ള കാര്യം, സന്തോഷകരമായ കാര്യം ഉണ്ടെങ്കിൽ മുസ്ലിമിനെ നമ്മളത് അറിയിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മറ്റൊരാളെ കുറിച്ച് നല്ലതല്ലാത്ത ഒന്നും എന്നോട് പറയരുത്. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മനസ്സിൽ അയാളെ കാണുമ്പോൾ അങ്ങനെയുള്ള ഒരു മോശമായ തോന്നലുണ്ടാകും. അതുകൊണ്ട് മോശമായ തോന്നലുകൾ ഉണ്ടാകുന്ന ഒരു കാര്യവും നിങ്ങൾ എന്നോട് പറയരുത്. ഒരു മുസ്ലിമിനെ കാണുമ്പോൾ ആ ബിശാറത്തോടുകൂടി, ബിശാറത്ത് കൊടുക്കാനും ബിശാറത്ത് വാങ്ങാനും ആ ബശാശത്തുൽ ഖൽബോട് കൂടി, അതുപോലെ ഇബ്തിസാമത്തോടു കൂടി കണ്ടുമുട്ടാവുന്ന കാര്യങ്ങളെ പറയാവൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ ആദ്യത്തെ പണി തമ്മിൽ തെറ്റിക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് ഇറക്കുക എന്നുള്ളതാണ്. അതാണ് നമീമത്ത് എന്ന് പറയുന്നത്. നമീമത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നുമല്ല പ്രശ്നം. നമീമത്ത് എന്ന് പറഞ്ഞാൽ ഒരു വാക്ക്, ഇവിടുത്തെ വാക്ക് അവിടെ, അവിടുത്തെ വാക്ക് ഇവിടെയും കൊടുത്തു. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? ഫസാദുൽ ബൈൻ, പരസ്പരമുള്ള റിലേഷൻ മോശമാകാൻ അത് കാരണമായി. പരസ്പരമുള്ള ബന്ധങ്ങൾ മോശമാകാൻ കാരണമാകുന്ന വിധം വാക്കുകൾ കൈമാറിയാൽ അത് നമീമത്താണ്. അതാണ് നമീമത്തിന്റെ നിർവചനം. നമീമത്ത് നിങ്ങൾ വിചാരിക്കും ചെറിയൊരു കാര്യമാണ്. ഇല്ല, ഖബർ ശിക്ഷക്ക് വരെ എത്തുന്നതിന്റെ മുമ്പ് തന്നെ ഇവിടുന്ന് തന്നെ കിട്ടലുള്ളൂ. ബർസഖിൽ വെച്ച് തുടങ്ങും. അതാണ്
നമ്മൾ ആ ജരീദ് കുത്തിക്കൊടുത്ത ഹദീസൊക്കെ വായിച്ചപ്പോ ജരീദ് കുത്തിക്കൊടുക്കുക എന്നുള്ള മസല മാത്രമല്ല, ആ ഹദീസിന്റെ നിസാല നിങ്ങൾ അറിയണം. അവർ രണ്ടുപേരും ശിക്ഷിക്കുന്നത് നിങ്ങൾ വളരെ ഗുരുതരമായ തെറ്റ് എന്ന് കരുതുന്ന വിഷയത്തിലല്ല, പക്ഷേ നിങ്ങളത് കരുതുന്നില്ല ഗുരുതരമെങ്കിലും അത് ഗുരുതരമാണ് എന്ന് റസൂലുള്ള പറഞ്ഞു. അതിലൊന്ന്, ഒരാൾ മൂത്രമൊഴിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടതുപോലെ ശുചീകരിക്കുമായിരുന്നില്ല എന്നതും. രണ്ടാമത്തേത്, فكان أحدهما يمشي بالنميمة والنميمة نقل الكلام بحيث يفسد بين الناس. ജനങ്ങൾക്കിടയിൽ ഫസാദ് സംഭവിക്കുന്ന തരത്തിൽ, ഫസാദ് ഉണ്ടാകുന്ന വിധത്തിൽ നഖലുൽ കലാം നടത്തുന്നതാണ്. ഈ അങ്ങനെ നഖലുൽ കലാം നടത്തുന്നവർ സൂക്ഷിക്കണം. അത് ഖബറിൽ തന്നെ തുടങ്ങും, ഖബറിൽ നിന്ന് തന്നെ ശിക്ഷ തുടങ്ങും എന്നവർ മനസ്സിലാക്കുക. എപ്പോഴും ഇദ്ഹാലുൽ ബശാശ വഇദ്ഹാലുൽ ഫറഹ് വസ്സുറൂർ ഫി ഖൽബി മുസ്ലിം, ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ സന്തോഷത്തെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, വളരെ വലിയ കാര്യമായിട്ട് വേണം കരുതാൻ. അസ്സാമിനത അൽ മസ്അലത്തു സാമിനത അശ്റത അൽ ഖൗഫ് മിനൽ ഇത്തികാലി അലാ സഅത്തി റഹ്മത്തില്ലാ. അല്ലാഹുവിന്റെ റഹ്മത്ത് വളരെ വിശാലമാണ്. അത് അള്ളാന്റെ ഖളബിനെ അതിജയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അർശിന്മേൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് ഇന്ന റഹ്മത്തി സബഖത്ത് ഖളബി എന്നുള്ളത്. ഒക്കെ സത്യമാണ്. എന്നിരുന്നാലും ആ റഹ്മത്തിന്റെ സഅത്തിൽ, അതിന്റെ വ്യാപ്തിയിൽ, അതിന്റെ വിശാലതയിൽ നമ്മൾ മതിമറന്ന് അവസാനം അമലൊന്നും ചെയ്യാതെ അതിൽ അവലംബിച്ച് അമലിൽ നിന്ന് വിമുഖരായി നിൽക്കുക, അമൽ ഒഴിവാക്കി നിൽക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടു. അതുകൊണ്ടാണ് ഈ കാര്യം ബിശാറത്തായിട്ട് പോലും റസൂലുള്ളാഹ് വേണ്ട എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ലാ തുബശ്ശിർഹും ഫയത്തഖി. ഈ ജാനിബ്, രണ്ട് ജാനിബ് കാണുപോണെ നിങ്ങൾ നോക്കണം. അൽ ഖൗഫ് മിൻ അദാബില്ലാഹ്, അർ റജാ ഫി റഹ്മത്തില്ലാഹ്. ഇത് രണ്ടിലൊന്ന് കാണു പോകരുത്. രണ്ടും ഒപ്പം നിന്നെങ്കിലേ പക്ഷിക്ക് പാറിപ്പോകാൻ സാധിക്കുള്ളൂ. ഇബാദത്ത് എന്നുള്ളത് അങ്ങനെയാണ്. അള്ളാഹ്ക്കുള്ള ഇബാദത്ത് അതിന്റെ ശരിയായ രൂപത്തിൽ ചെയ്യണമെങ്കിൽ ഈ രണ്ട് ചിറകും ഒപ്പം നിൽക്കണം. അൽ ഖൗഫ് വർ റജാ. ഖൗഫ് കൂടി താണുപോയി, റഹ്മത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷ കൂടിപ്പോയി പറ്റില്ല. എന്നാൽ ഖൗഫ് കൂടിപ്പോയി, റഹ്മത്തിനെ കുറിച്ചുള്ള അള്ളാഹുവിന്റെ റഹ്മത്തുള്ള പ്രതീക്ഷ കുറഞ്ഞു പോയി പറ്റില്ല. രണ്ടും ഒപ്പത്തിനൊപ്പം വേണം. 19ാമത്തെ മസ്അല ഖൗലുൽ മസ്ഊരി അമ്മാ ലാ യഅലം അല്ലാഹു വറസൂലുഹു അഅലം. അള്ളാഹു അവന്റെ റസൂലും അറിയുന്നു, സൂക്ഷ്മമായി അറിയുന്നു എന്ന് പറയാ. അതാണ് തഫ്വീദുൽ ഇൽം. അത് എപ്പോഴാ പറയേണ്ടത്? അല്ലാഹു വറസൂലുഹു അഅലം. അത് നമുക്കറിയാത്ത കാര്യം വരുമ്പോൾ നമ്മൾ അറിയണം. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ആ കാര്യം തഫ്വീദുൽ ഇൽം നടത്തണം. അത് തന്നെ അള്ളയാണ് സൂക്ഷ്മമായി അറിയുന്നത്. അള്ളാഹ് അറിയിച്ചിട്ടുള്ള അള്ളാഹുടെ ശരഈയായ കാര്യങ്ങളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നത്. എന്നാൽ കൗനിയായ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അല്ലാഹു വറസൂലുഹു അഅലം എന്ന് പറയാറില്ല. പറയുന്നത് ശരഈന്റെ മര്യാദയിൽപ്പെട്ടതുമല്ല. കൗനിയായ കാര്യം എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം ഭൂകമ്പം ഉണ്ടാകുമെന്നാവോ അല്ലാഹു റസൂലുഹു അഅലം എന്ന് പറയാൻ പറ്റില്ല. അതിലേക്ക് റസൂലിനെ ചേർക്കൂല. അത് കൗനിയാണ്, അല്ലാഹു ആണ്. നേരെ മറിച്ച് ശാരിയ അള്ളയാണ്, അത് മുബല്ലിഗ് റസൂലാണ്. ശറഈന്റെ ഒരു കാര്യം പറയുകയാണെങ്കിലോ അല്ലാഹു റസൂലുഹു അഅലം. ബിത്തഫ്രീഖത്തി ബൈനഹുമ ബൈനൽ ഉമൂറിൽ കൗനിയ്യ വൽ ഉമൂർ ശർഇയ്യ. അൽ-മശ്റൂഅ് ജവാദു തഖ്സീസ് ബഅദ് الناس بالعلم دون بعض. ജനങ്ങളിൽപ്പെട്ട ചിലരെ മറ്റു ചിലരെ കൂടാതെ ഇൽമു കൊണ്ട് അവർക്ക് പ്രത്യേകത കൽപ്പിക്കുക, അതും അനുവദിക്കപ്പെട്ട കാര്യമാണ്. അതൊക്കെ എല്ലാ ഇൽമും അല്ല. ഇൽമിനെ ഞാൻ മൂന്നാക്കിയിട്ട് തിരിച്ചു തന്നു: ളറൂരിയാത്ത്, വഹാജിയാത്ത്, വതഹ്സീനിയാത്ത്. ളറൂരിയാത്ത് അത് എല്ലാ ആമിക്കും ഉണ്ടാകണം. ആമിയല്ലാത്ത, സാധാരണക്കാരനല്ലാത്ത, ഇൽമിൽപ്പെട്ട ഇൽമിന്റെ ആളുകൾക്കും ഉണ്ടാകണം. അങ്ങനെയുള്ള കാര്യമാണ് ളറൂരിയാത്ത്. മാ ലാ യസ്ഉൽ മുസ്ലിമ ജഹ്ലു. രണ്ടാമത്തത് ഹാജിയ. ഒരു ആമിയായ ആൾക്ക് അത് മുഴുവനും അറിയില്ലെങ്കിലും ആവശ്യം വരും. ആവശ്യം വരുന്ന സമയത്ത് അയാൾ ഉലമാക്കളോട് ചോദിച്ചാൽ മതി. ഇൽമുൽ ഫറായിദ്, ഫറായിദിന്റെ മസലകൾ സാധാരണക്കാരൊക്കെ പഠിച്ചുകൊണ്ട് നടക്കണം എന്ന് പറഞ്ഞാൽ സാധിക്കോ? ഇല്ല, സാധിക്കൂല. ഒരാൾ പഠിക്കുന്നുവെങ്കിൽ അത് അയാളുടെ ഒരു ഫضل, അള്ളാഹ്ക്ക് തൗഫീഖ് ചെയ്യട്ടെ. പക്ഷെ എല്ലാ സാധാരണക്കാരും അയാൾ യഹ്ഫദുൽ മുതൂൻ, അതുപോലെ തന്നെ ഇദഖ്ഖു മസായിൽ അൽ-ഫുറൂദ് മുസ്തഹീൽ, കഴിയില്ല. അതെല്ലാവർക്കും കഴിയില്ല. അത് ഹാജിയാത്തിൽപ്പെട്ടതാണ്. പക്ഷെ ആ ഇൽമു മറച്ചുവെക്കാനൊന്നും പറ്റൂല. അതേ സന്ദർഭത്തിൽ തഹ്സീനിയാത്തിൽപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കൊണ്ട് ഫിത്നയിലാകാത്ത, ശരിക്കത് ഉപകരിക്കുന്ന തരത്തിലുള്ള അതിന്റെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അല്ലാത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യൽ അനുവദനീയമാണ്. അതുകൊണ്ടാണ് മുആദ് ഇബ്നു ജബൽ അദ്ദേഹം മിൻ അയാനി സ്വഹാബ
യുഹ്ശറു അലൽ ഉലമാഇ ബിറത്വ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഉലമാക്കളുടെ മുന്നിലാണ് അദ്ദേഹം ഉണ്ടാകുക. അദ്ദേഹത്തെ പോലുള്ള ആളുകൾക്കാണ് അത്തരം കാര്യങ്ങൾ റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അത് അനുവദിക്കപ്പെട്ടതാണ്. അൽ ഹാദി വൽ ഉശ്റൂൻ 21ാമത്തെ മസ്അല തവാളുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലിറുകൂബിൽ ഹിമാർ മഅ ഇർദാഫി അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മുത്തവാദിആയ ആളാണ്. എത്രത്തോളം റസൂലുള്ളാഹി ഒരു നാടൻ കഴുതയുടെ പുറത്ത് കയറി സഞ്ചരിച്ചു എന്നത് ആ ഹദീസിലുണ്ട്, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ. എന്നാൽ രാജാക്കന്മാര്, ചക്രവർത്തിമാര് അവരൊന്നും നാടൻ വാഹനത്തിലൊന്നും പോകൂല, നമുക്കറിയാലോ. ഇവിടെ തന്നെ തെരഞ്ഞെടുപ്പിന് തോറ്റാലൊരു വാഹനം, ജയിച്ചാലൊരു വാഹനമാണ്. ജയിച്ചോ പിന്നെ പോകുന്ന വാഹനത്തിന് കണക്കുണ്ടാവില്ല. അങ്ങനെയൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജസീറത്തുൽ അറബ് മുഴുവൻ റസൂലുള്ളാഹിന്റെ കീഴിൽ വന്ന അവസാന കാലത്താണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് റസൂലുള്ളാഹി സഞ്ചരിച്ചത് ഒരു നാടൻ കഴുതയുടെ പുറത്താണ്. അത് യദുല്ലു അലാ തവാളുഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ അടുക്കൽ ഒരു സ്ത്രീ വന്നു മക്ക വിജയത്തിന്റെ സുദിനത്തിൽ. ആ സ്ത്രീ വന്നിട്ട് ഇങ്ങനെ വർക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചെയ്തത് ആ സ്ത്രീയെ ഒന്ന് ആശ്വസിപ്പിച്ചു. ഇഹ്ദയി, നിങ്ങളൊന്ന് അടങ്ങുമ്മ, ഒന്ന് ആശ്വസിക്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരനാണ്. ഇന്ന ഉമ്മി കാനത് തഅകുലുൽ ഖദീദ ബിമക്ക, ഈ മക്കയിൽ ഉണക്കി വെച്ച വെയിലത്ത് വെച്ച് കീറി ഉണക്കിയിട്ടുള്ള ആ മാംസം തിന്നിരുന്ന ഒരു ഉമ്മാന്റെ മകനാണ് ഞാൻ. നിങ്ങൾ എന്നെ ഒരു ചക്രവർത്തിന്റെ മുന്നിൽ ചെന്നിട്ട് പേടിക്കും പോലെ പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരം തുടങ്ങുന്നത്. റസൂലുള്ളാഹിന്റെ തവാദു അത്രയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഇരിക്കുന്ന സമയത്ത് പുറത്തുനിന്നൊരാൾ വന്നാൽ അയ്യുക്കും മുഹമ്മദ്, ആരാ നിങ്ങളെ കൂട്ടത്തിൽ മുഹമ്മദ് നബിയാന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നല്ലോ, ആരാന്ന് ചോദിക്കണം. എന്നിട്ട് അവർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. അതാണ് അവിടുത്തെ അവസ്ഥ. പിന്നെ വഫദിന്റെ സമയമായപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം സംഘങ്ങളെ സ്വീകരിക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോഴാണ് ഉയർന്നൊരു സ്ഥലം ഉണ്ടാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്മേൽ ഇരിക്കുകയും ആളുകൾ അത് വരുമ്പോൾ തന്നെ റസൂലുള്ളാഹിനെ തിരിച്ചറിയുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായത്. അല്ലാതെ നബി വേറെ ഭയങ്കരായിട്ട് ജബാബിറത്തിന്റെ സ്വഭാവം അത് റസൂലുള്ളാഹിക്കില്ല. റസൂലുള്ളാഹി മുത്തവാദിയാണ്. റസൂലുള്ളാഹിന്റെ തവാദുവിൽപ്പെട്ടതാണ് റുകൂബിഹി അൽ ഹിമാർ. അതിൽ വേറെ മസലയും കൂടിയുണ്ട്. എന്താണ്? മാൽ ഇർദാഫി അലൈഹി. റസൂലുള്ളാഹി പിന്നിലൊരാളെയും കൂട്ടി മുആദ് ഇബ്നു ജബലിനെ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയത്തിന്റെ, റസൂലുള്ളാഹി സഹാബത്തിനോട് കാണിച്ചിരുന്ന ആ ആത്മബന്ധത്തിന്റെ കൂടെ തെളിവാണ്. അൽ മസലത്തു സാനിയത്തു വൽ ഉശ്റൂൻ 21ാമത്തെ മസ്അല ജവാസുൽ ഇർദാഫി അല ദാബ്ബ. ദാബ്ബത്തിന്മേൽ, ഒരു മൃഗത്തിന്റെ പിറകിൽ ഒരാളെ കൂടെ വേണമെങ്കിൽ കയറ്റാം. ഷർത്തും എന്താണത്? അതിന് മശഖത്തുണ്ടാക്കാൻ പാടില്ല. കാരണം നമ്മൾ റഹ്മത്തിന്റെ ആൾക്കാരാണ്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ സൃഷ്ടികളോട് മുഴുവൻ റഹ്മത്തുമാണ്. ഇർഹമു മൻ ഫിൽ അർദ് ഇർഹമുകും മൻ ഫിസ് സമാ. അത് ഫി കുല്ലി കബദിൻ റത്ബത്തിൻ അജ്ർ. ഏതൊരു പച്ചക്കറുള്ള ജീവനോട് നിങ്ങൾ കാണിക്കുകയാണെങ്കിലും അത് വേണം. മാത്രമല്ല ഔമാ മലക്കത്ത് ഐമാനുക്കും എന്ന് സൂറത്തു നിസായിലെ ആയത്ത് പറഞ്ഞിടത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നിങ്ങൾ നന്മ ചെയ്യണം. ആർക്കൊക്കെ എന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള അടിമകൾക്ക്, ആ അടിമകൾ മാത്രമല്ല അവിടെ ഉൾപ്പെടുക, നിങ്ങളുടെ സ്വത്തായി നിങ്ങളുടെ കീഴിലുള്ള ജീവികളുണ്ടെങ്കിൽ ആ ജീവികളോട് നിങ്ങൾ ഇഹ്സാൻ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മൃഗം ശക്തിയുള്ള മൃഗമാണെങ്കിൽ അതിന് മശഖത്തുണ്ടാക്കില്ലെങ്കിൽ പിന്നിൽ ഒരാളെ കയറ്റാം എന്നുള്ളതാണ് 22ാമത്തെ മസ്അല. 23 ഫളീലത്ത് മുആദ് ഇബ്നു ജബൽ. മുആദ് ഇബ്നു ജബലിന്റെ ഫളീല, സഹാബിയുൻ ജലീൽ. നമ്മൾ നേരത്തെ പറഞ്ഞു അദ്ദേഹം ഹസ്രജി ഔസ് ഗോത്രക്കാരനാണ്, ഹസ്രജി ഗോത്രക്കാരനാണ്. അതുപോലെ തന്നെ അൻസാരികളിൽപ്പെട്ടവനാണ്. ബദറിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. ബദറിന് ശേഷമുള്ള എല്ലാ മശാഹിദുകളിലും പങ്കെടുത്തിട്ടുള്ള ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതാണ്. യമനിലേക്ക് അദ്ദേഹത്തെ നിയോഗിച്ചയച്ചിട്ടുണ്ടായിരുന്നു. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം താഴൂർ അംവാസിൽ വെച്ച് മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മൻഖബത്തായി പോലെ ഒന്നും ഉദ്ധരിക്കേണ്ട 2 തവണ ഞാനിവിടെ പറഞ്ഞിട്ടുള്ള യുഹ്ശറു മുആദുൻ യൗമൽ ഖിയാമ അലൽ ഉലമാഇ ബിറസ്വ എന്ന ഹദീസ് തന്നെ എമ്പാടുമാണ്. അദ്ദേഹത്തിന്റെ മൻഖബത്ത് റസൂലുള്ളാഹി ഒപ്പം കൊണ്ടു നടക്കുന്നു. യാ മുആദ് പേര് ചൊല്ലി വിളിക്കുന്നു. ഈ കാര്യം മറ്റാർക്കും അതൊന്നുമല്ല. ഇവിടുത്തെ അതിന്റെ പോയിന്റ് ഈ തഹ്സീനിയായ ഇൽമ്.
അബൂബക്കർ, ഉമർ, ഉസ്മാൻ പോലെയുള്ള ഒരുപാട് സഹാബിമാർക്ക് പറഞ്ഞു കൊടുക്കാത്ത ആ കാര്യം ആരോടാണ് റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തത്? ഈ തഹ്സീനിയായ ഇൽമ്. അതുകൊണ്ട് ഫിത്നയിലാകില്ല, അത് കൊടുക്കാവുന്ന ഏറ്റവും യോഗ്യനായ വ്യക്തി എന്ന് റസൂലുള്ളാഹി മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് വഇലൈഹിൽ മുൻതഹാ ഫിൽ ഇൽം എന്ന അദ്ദേഹത്തിന്റെ സീറ പറഞ്ഞിടത്ത്, സീറ അലാമിൻ നുബലയിലും മറ്റുമൊക്കെ അദ്ദേഹത്തിന്റെ സീറ പറയുന്നിടത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വച്ചത്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. الرابع والعشرون 24ാമത്തെ മസ്അലയോടുകൂടി അവസാനിക്കുന്നു. ഈ മസ്അലയുടെ മഹത്വം. ഈ മസ്അല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൗഹീദ്. അല്ലാഹ് മനുഷ്യനെ സൃഷ്ടിച്ചത്, ജിന്നിനെ സൃഷ്ടിച്ചത്, ഈ ഭൂലോകത്ത് അധിവസിപ്പിച്ചത്, ഗ്രന്ഥങ്ങൾ ഇറക്കിയത്, ഇതിയാക്കന്മാർ നിയോഗിച്ചത്, ഇവിടെ യുദ്ധങ്ങൾ ഉണ്ടായത്, സ്വർഗവും നരകവും ഉണ്ടായത്, എല്ലാം 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 ലിഇബാദത്തില്ലാഹി വഹദ ലാ ശരീക ലഹ്. അതാണ് മസ്അല. അതാണ് സുബ്ദത്തുർ റിസാലാത്ത്, ഉസ്സുൽ ഉസുസ്, എല്ലാ അടിത്തറകളുടെയും അടിത്തറ. അതാണ് ഏറ്റവും വലിയത്. അതാണ് അമ്പിയാക്കന്മാരുടെ ദീനിന്റെ സാരാംശം. അതുകൊണ്ട് തന്നെ ഇതാണ് മസ്അല, അതാണ് കിതാബ്. ഇവിടെ 1ാമത്തെ അധ്യായം ഇതുകൊണ്ട് അവസാനിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ തൗഫീഖില്ല 2ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. ബിഹാദൽ ഖദ്ർ അക്തഫിൽ യൗം വസ്അലുല്ലാഹൽ അളീം റബ്ബൽ അർശിൽ അളീം അൻ യജഅലനാ ജമീഅൻ മിൻ ശുഹദാഇ ദുനിയ വൽ ആഖിറ ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.